വചന കേൾവിൽ സാധാരണ എൻ്റെ എല്ലാ പ്രസംഗത്തിനും പതിവായി വിവിധ പ്രസംഗങ്ങൾ ചെറുതും വലുതുമായത് മീഡിയയിലൂടെയും അതുപോലെ സ്തോത്രം ഈ ആധുനിക കാലഘട്ടത്തിൽ ശ്രദ്ധിക്കുകയും കേൾക്കുകയും നേരിട്ട് കേൾക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ആളുകളായിരിക്കാം നിങ്ങളിൽ പലരും. അവിടെയെല്ലാം ഞാൻ സാധാരണ എന്നും പറയുന്ന, എപ്പോഴും ഞാൻ കണ്ടെത്താൻ ആഗ്രഹിക്കുന്ന ഒരാത്മീയ സത്യമാണ് വചനത്തിന് മനുഷ്യരുടെ ഇടയിൽ എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. സ്തോത്രം. ഇപ്പോഴും ഞാൻ ഇതിനകത്ത് ആഴമായിട്ട് സമയം ഉള്ളപ്പോൾ ഉണ്ടാക്കി അന്വേഷിക്കുന്നതാണ് വചനത്തിൻ്റെ ശക്തിയെക്കുറിച്ച് ജനത്തോട് പറയാൻ. ഞാൻ എപ്പോഴും പറയും, ഇന്നും പറയും, കൃപാവരത്തേക്കാൾ ഞാൻ വചനത്തെ വിശ്വസിക്കുന്നു. സ്തോത്രം. കൃപാവരങ്ങളെല്ലാം ദൈവത്തിൻ്റെ ദാനമായിരിക്കുമ്പോൾ വചനം ദൈവമാണെന്നാണ് വചനം പറയുന്നത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങളെ ആരെങ്കിലും ഇന്ന് ദൈവത്തിന് സഹായിക്കണമെങ്കിൽ ദൈവം ഉപയോഗിക്കുന്നത് വചനമായിരിക്കും. ഒരാളെ മാനസാന്തരപ്പെടുത്താൻ ദൈവം ഉപയോഗിക്കുന്നത് വചനമായിരിക്കും. ഒരാളെ സൗഖ്യമാക്കാൻ ദൈവം ഉപയോഗിക്കുന്നത് വചനമായിരിക്കും. ഒരാളെ നിറയ്ക്കാൻ ദൈവം ഉപയോഗിക്കുന്നത് വചനമായിരിക്കും. ഒരാളെ പിന്മാറ്റത്തിൽ നിന്ന് മടക്കി വരുത്താൻ ദൈവം ഉപയോഗിക്കുന്നത് വചനമായിരിക്കും. ഒരാളെ രൂപാന്തരപ്പെടുത്താൻ ദൈവം ഉപയോഗിക്കുന്നത് വചനമായിരിക്കും. വചനം ഉപയോഗിച്ചാണ് ഈ പ്രപഞ്ചം പോലും ദൈവം സൃഷ്ടിച്ചത്. തിരുവെഴുത്തിൽ അങ്ങനെയാണ് വായിക്കുന്നത്. എബ്രായ ലേഖനം 11:3 വായിക്കുന്നത് ഇങ്ങനെയാണ്. ഹല്ലേലൂയ. ഈ ദൃശ്യമായ ലോകത്തെ ദൈവം തന്റെ വചനം കൊണ്ട് സൃഷ്ടിച്ചു എഴുതിയിരിക്കുന്നത്. ഇതിന് റോ മെറ്റീരിയൽ ഒന്നും ഇല്ലായിരുന്നു. ഒരു വാക്കിൽ അങ്ങനെ പറഞ്ഞാൽ പ്രപഞ്ച സൃഷ്ടിയുടെ റോ മെറ്റീരിയൽ എന്ന് പറയാമോ എന്ന് എനിക്കറിയില്ല. നിങ്ങളുടെ നടുവിലെ വാക്ക് ഉപയോഗിക്കുക, തെറ്റിദ്ധരിക്കില്ലായിരിക്കും. അത് ദൈവത്തിന്റെ വചനമാണ്. ഈ കാണുന്ന സൂര്യ, ചന്ദ്ര, നക്ഷത്ര, ഗാലക്സികളെ, ഈ പ്രപഞ്ചത്തിൽ കാണുന്ന സകലത്തെയും വേദപുസ്തകം വിശ്വസിക്കുന്നു, നമ്മൾ വിശ്വസിക്കുന്നു. എബ്രായർ 11:3 വെച്ച് ഇതെല്ലാം ദൈവം തന്റെ വചനം കൊണ്ട് സൃഷ്ടിച്ചതാണെന്ന്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അതിര് കടന്ന് വിശ്വസിക്കാമോ? ഇന്ന് ചോദിക്കുന്നത് എനിക്കൊരു നക്ഷത്രം സൃഷ്ടിച്ചു തരാമോ അല്ല, ഒരു ചന്ദ്രനെ സൃഷ്ടിച്ചു തരാമോ എന്നല്ല. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇന്ന് ഇല്ലാത്തത് ചിലത് ഉളവാക്കി തരാൻ സ്വർഗത്തിലെ ദൈവത്തിന്റെ വചനത്തിന് കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിച്ചാൽ വചനം ചിലതിനെ ഉളവാക്കി തരുമെന്ന്, ഉണ്ടാക്കി തരുമെന്ന്, സൃഷ്ടിച്ചു തരുമെന്ന് യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കാൻ തയ്യാറായാൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ വചനം, വചനത്തിന്റെ തനതായ ശൈലി ഇന്ന് പകൽക്കാലം നമ്മുടെ സഭയ്ക്കകത്ത് വെളിപ്പെടുത്തും. അത് തന്നെ സംഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ഒരിക്കൽ കൂടി നന്ദിയോടെ സ്തോത്രം ചെയ്തേക്കുക. വചനം സ്തോത്രം കാട്ടിൽ നിന്ന് ഇരപിടിക്കാൻ ഇറങ്ങുന്ന സിംഹത്തെ പോലെയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ആർക്കും അടക്കി വെക്കാൻ കഴിയാത്ത രീതിയിൽ ദൈവവചനത്തെ വിശ്വസിക്കാൻ ആളുണ്ടെങ്കിൽ ഈ പുസ്തകത്തിൽ നിന്ന് വചനം അങ്ങ് ഇറങ്ങി വരും. സ്തോത്രം. നമ്മുടെ സഭയിലൂടെ ഇന്ന് പകൽക്കാലം വചനം ശക്തമായി വ്യാപരിക്കണം. ആ വചനത്തിന്റെ ശക്തി ഇതിനകത്ത് ശരിക്കും ചിലത് ഉളവാക്കപ്പെടാനിടയാകണം. ചിലതിനെ രൂപാന്തരപ്പെടുത്തി എടുക്കാൻ ദൈവത്തിന്റെ വചനത്തിന് കഴിയണം. വചനം കേട്ടാലുള്ള ഗുണത്തെക്കുറിച്ച് എന്തോരം വാക്യമാണ് വചനത്തിനകത്തെന്ന് അറിയാമോ? ദൈവത്തിന്റെ വചനം കേട്ടാലുള്ള ഗുണത്തെക്കുറിച്ച് ഞാൻ നിങ്ങളുടെ വചന കേൾവി ഏറ്റവും സന്തോഷകരമാണ്. നമ്മുടെ കർത്തൃദാസൻ ദൈവവചനത്തിൽ ഊന്നി നിന്ന് ശക്തമായ കാര്യങ്ങൾ പ്രഘോഷിക്കുന്ന, വചനത്തിന് ഊന്നൽ കൊടുക്കുന്ന ഒരു സഭയാണ് ഫോർട്ട് കൊച്ചിയിലെ ഈ അനുഗ്രഹീതമായിരിക്കുന്ന ഡെലിവറൻസ് ചർച്ച് എന്ന് എനിക്കറിയാം. സ്തോത്രം. അതുകൊണ്ട് തന്നെ എങ്കിലും എനിക്ക് അത് ഉറപ്പിച്ച് പറയേണ്ട സമയമെടുക്കേണ്ട കാര്യമില്ലെങ്കിൽ എൻ്റെ മനസ്സിനകത്ത് എപ്പോഴും ചിന്ത ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നവർക്കും വചനം സ്തോത്രം ശ്രദ്ധിക്കുന്നവർക്കുമുള്ള ദൈവിക അനുഗ്രഹത്തെക്കുറിച്ചായിരിക്കാൻ ഒരു ചെറിയ കാര്യം വചനത്തിൽ നിന്ന് കാണിച്ചു തന്നുകൊണ്ട് കുറിവാക്യത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. യോശുവയുടെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം. വചനം കേട്ടാലുള്ള ഒരു ഗുണം ഞാൻ വേഗത്തിൽ പറഞ്ഞുകൊണ്ട് കുറിവാക്യത്തിലേക്ക് വരാം. 3-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. 3:9. ഇവിടെ വന്ന് നിങ്ങളുടെ ദൈവമായ യഹോവയുടെ വചനം കേൾപ്പിൻ എന്ന് പറഞ്ഞു. യോശുവ ഇസ്രായേൽ മക്കളോട് ഇവിടെ വന്ന് നിങ്ങളുടെ ദൈവമായ യഹോവയുടെ വചനം കേൾപ്പിൻ എന്ന് പറഞ്ഞു. മതി. സ്തോത്രം. 3:9 എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. യോശുവ ഇസ്രായേൽ മക്കളോട് ഇവിടെ വന്ന് നിങ്ങളുടെ ദൈവമായ യഹോവയുടെ വചനം കേൾപ്പീൻ എന്ന് പറഞ്ഞു. ഇവിടെ വന്ന് യഹോവയുടെ വചനം കേൾപ്പി. ഇത് പറയുന്നതിന് എപ്പോഴും നിങ്ങൾ വചനം പ്രസംഗിക്കുന്നവരാകണം. ഞങ്ങൾ ആരെങ്കിലും 8-10 പേര് മാത്രം വചനം പ്രസംഗിച്ച് ഈ ലോകത്തെ തീർക്കണം എന്നുള്ള ആഗ്രഹമല്ല. ഞങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്ന എല്ലാവരും വചനം പ്രസംഗിക്കണം. അതിന് നല്ല സ്തോത്രം പറയുന്ന വിചാരിച്ചത്. നിങ്ങൾ ആരെങ്കിലും പ്രസംഗിച്ചോ ഞങ്ങൾ ഏല ഇട്ട് തരാമെന്നും പറഞ്ഞുകൊണ്ട് ജീവിതകാലം മുഴുവൻ കഴിച്ചു കൂട്ടരുത്. ദൈവത്തിന് പ്രസംഗികരെ ആവശ്യമുണ്ട്. പ്രസംഗിക്കണം. ഞാനത് കണ്ടുകൊണ്ട് പറയുകയാണ്. സ്തോത്രം. എപ്പോഴും ദൈവത്തിൻ്റെ വചനമെടുത്ത് ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ നിങ്ങൾ സ്തോത്രം പറയാനോ ചിന്തിക്കാനോ പറയിപ്പിക്കാനോ ആഗ്രഹിക്കുക. നിങ്ങൾ ഓർത്തോളണം, വചനത്തിനെല്ലാം ഒരു പശ്ചാത്തലം കാണും.
പശ്ചാത്തലത്തിൽ ദൈവത്തിന്റെ വചനം പറയുമ്പോഴാണ് അതിന്റെ ബലം നമുക്ക് കിട്ടുന്നത്. യോശുവയുടെ പുസ്തകം 3:9 ഈ വാക്യത്തിൽ യോശുവ ജനത്തോട് പെട്ടെന്ന് ഒരു ഇമ്മീഡിയറ്റ്ലി അനൗൺസ്മെന്റ് ആണ്. പെട്ടെന്ന് യോശുവ ജനത്തോട് പറയുകയാണ്, അതൊരു ആചാരമല്ല, എപ്പോഴും നടക്കുന്ന കാര്യമല്ല. ഒരു പ്രത്യേക സാഹചര്യത്തിൽ പെട്ടെന്ന് പാളയത്തിൽ പ്രമുഖന്മാരെ പറഞ്ഞയച്ചിട്ട് പറഞ്ഞു, ആരും പാളയത്തിൽ കൂടാരത്തിൽ ഇരിക്കരുത്, നിങ്ങൾ എല്ലാവരും ഇവിടെ വന്ന് യഹോവയുടെ വചനം കേൾക്കണം എന്ന് പറയുന്നത് ഒരു വിഷയത്തിന്റെ പശ്ചാത്തലത്തിലാണ്. സ്തോത്രം. കാരണം യോശുവ അധികാരത്തിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ മോശയ്ക്ക് ശേഷം ദൈവം യോശുവയെ അധികാരത്തിലേക്ക് കൊണ്ടുവരുന്നത് യോർദാന്റെ തീരത്ത് വെച്ചാണ്, അല്ലെങ്കിൽ അവിടെ നിന്നാണ് യോശുവയുടെ ശുശ്രൂഷകൾ ആരംഭിക്കുന്നത്. വേദപുസ്തകം നന്നായി വായിച്ചിട്ടുള്ള ആളുകൾക്ക്, ഗ്രഹിച്ചിട്ടുള്ള ആളുകൾക്ക്, പശ്ചാത്തലങ്ങൾ മനസ്സിലാക്കി ചരിത്രം ഗ്രഹിക്കുന്ന ആളുകൾക്ക് ഒരു കാര്യം മനസ്സിലാക്കും. പാളയത്തിനകത്ത് ആളുകളുടെ പ്രതീക്ഷ മോശയ്ക്ക് ശേഷം, മോശയും പെട്ടെന്ന് ഇല്ലാതെയാകുമെന്നൊരു പ്രതീക്ഷ ജനത്തിനില്ലായിരുന്നു. സ്തോത്രം. മോശ ദൈവം ഒരു സുപ്രഭാതത്തിൽ വിളിച്ച് മുകളിലേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ച് മോശ അവസാനിക്കുകയാണ്. യോശുവയെ നേതൃത്വത്തിലേക്ക് ആക്കിയിട്ട് പോവുകയാണ്. വേദപുസ്തകത്തിന്റെ ചരിത്രം വായിച്ചുള്ളവർക്കറിയാം, മോശയ്ക്ക് ശേഷം സാധ്യത ഉണ്ടായിരുന്നത് ശരിക്കും കാലേബിനാണ്. ആ ഭാഗങ്ങൾ വായിച്ച ഒരു ബൈബിൾ ക്ലാസ് ആണെങ്കിൽ നമുക്ക് ആ കാര്യങ്ങളൊക്കെ എടുത്ത് വായിച്ച് തെളിയിക്കാൻ എനിക്കൊരു വലിയ ദൂത് നിങ്ങളോട് പറയണം. പക്ഷെ ഞാനിങ്ങനെ ഒരു സംഭവത്തിൽ കയറി പിടിച്ചുപോയി. എനിക്ക് അറ്റവും മൂലം പറയുന്നത് ഇഷ്ടമല്ല. പറയുമ്പോൾ തെളിച്ചു പറഞ്ഞ് ഇനി മറുചോദ്യം ഇല്ലാത്ത രീതിയിൽ സംശയ നിവാരണം നടത്തി പറഞ്ഞ് അവസാനിപ്പിക്കണം എന്ന് ആഗ്രഹിക്കുന്നതിൻ്റെ പേരിൽ ഞാൻ അങ്ങനെ കാര്യത്തിനകത്ത് കയറി വരികയാണ്. അപ്പോൾ മോശയ്ക്ക് ശേഷം ആളുകളുടെ പ്രതീക്ഷ കാലേബാണ്. പക്ഷേ ദൈവത്തിന്റെ ഒരു പരിപാടി പറയാം, ജനത്തിന്റെ പ്രതീക്ഷയ്ക്ക് തക്കവണ്ണം കാര്യം നടത്തുന്നവനല്ലല്ലോ ദൈവം. ഒരിക്കലും വീട്ടുകാർക്ക് പോലും പ്രതീക്ഷയില്ലാത്തവനെ രംഗത്തിറക്കുന്നവനാണ് സ്വർഗത്തിലെ ദൈവം. അതുകൊണ്ട് എപ്പോഴും ഓർത്തോളം, നിനക്ക് നിന്നിൽ പോലും പ്രതീക്ഷയില്ലെങ്കിൽ ഉപവാസത്തിന്റെ 18ാമത്തെ ദിവസം നീ വന്നിരിക്കുന്നത് ഇലക്ഷൻ നടക്കുന്ന ഒരു സ്ഥലത്തല്ല, സ്വർഗത്തിലെ ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സ്ഥലത്താണ്. നിന്നെ കുറിച്ച് ഒരാൾക്ക് പോലും പ്രതീക്ഷയില്ലെങ്കിലും, നിന്റെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇനി ഒരു ചാൻസും നിനക്കില്ലെങ്കിലും, നിന്റെ പ്രായത്തിന്റെ അതിര് സർക്കാർ വെച്ചിരിക്കുന്നത്, രാഷ്ട്രങ്ങൾ വെച്ചിരിക്കുന്നത് അതിര് കടക്കാൻ ഇനി കൂടിയാൽ വിരലേലെണ്ണാവുന്ന നാളുകൾ മാത്രമുള്ളെങ്കിലും, നിന്റെ പ്രതീക്ഷകൾ മങ്ങുകയാണെങ്കിലും, ഇന്ന് പകൽക്കാലം പ്രവചനമായി ഞാൻ പറയുന്നു, ഈ പ്രാവശ്യത്തെ ഉപവാസത്തിനകത്ത് സ്വർഗത്തിലെ ദൈവം നിന്റെ പ്രതീക്ഷയ്ക്ക് അപ്പുറം പരിശുദ്ധാത്മാവ് ചിലത് ചെയ്യുന്ന പ്രാർത്ഥനയായിരിക്കും ഇത്. ശബാന ഹംദരാദരക്ഷസിയ ഹസ്തുര റിഖാന ശബനാദരാദന. യേശുവിന്റെ നാമത്തിൽ 2 കൊല്ലം മുമ്പായിരുന്നെങ്കിൽ, 4 കൊല്ലം മുമ്പായിരുന്നെങ്കിൽ ഈ സാധ്യതയ്ക്ക് എനിക്കും പ്രതീക്ഷയ്ക്ക് വകയുണ്ടായിരുന്നു. സാധ്യതകൾ തീരുകയാണ്. എൻ്റെ കുഞ്ഞിന്റെ കാലാവധി തീരുകയാണ്. എഴുതിയിരിക്കുന്ന പരീക്ഷയുടെ റിസൾട്ടിന്റെ ഡ്യൂറേഷൻ അവസാനിക്കുകയാണ്. ഇനി പ്രതീക്ഷയ്ക്ക് വകയില്ല എന്ന് പറഞ്ഞിരിക്കുന്ന എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ യേശുവിന്റെ നാമത്തിൽ ഒന്ന് പകലക്കാലം നീ അതിനെ കയറി പിടിച്ചിട്ട് പറയണം, കർത്താവ്. നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. കർത്താവിന്റെ ആത്മാവ് നിങ്ങൾ ചിലരോട് ചൂണ്ടി പറയുന്നു, നിങ്ങളുടെ വീട്ടിൽ ആർക്കോ സാധ്യതയില്ലെന്ന് സ്വന്തം വീട്ടുകാർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. സ്തോത്രം. നിന്റെ പേപ്പറുകളെല്ലാം നോക്കിയപ്പോൾ അധികാരിയായാൽ പറഞ്ഞിട്ടുണ്ട് നിനക്ക് സാധ്യത കുറവാണെന്ന്. സ്തോത്രം. പക്ഷെ ദൈവം പറയുന്നു, സാധ്യതയില്ലാത്തവനെ സാധ്യത ഉണ്ടാക്കുന്നവനാണ് ദൈവം. ഒരു പ്രതീക്ഷയില്ല, യോശുവ പോലും പ്രതീക്ഷിച്ചില്ല. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം പറഞ്ഞു, നീ പർവ്വതത്തിലേക്ക് വരുന്നതിനേക്കാൾ മുമ്പ് യോശുവയെ ആക്കി വെച്ചിട്ട് നിയോഗിച്ചിട്ട് പോരാൻ പറഞ്ഞു. പെട്ടെന്ന് അങ്ങനെ ഒരു നിയോഗം കിട്ടി. ഈ കാര്യത്തിൽ വേദപുസ്തകം വീണ്ടും നിങ്ങൾ വീട്ടിൽ പോയി കൂലങ്കുക്ഷമായി പരിശോധിച്ച് വായിച്ചാൽ, നേതൃത്വത്തിലേക്ക് യോശുവയെ ദൈവം കൊണ്ടുവന്നെങ്കിലും യോശുവയുടെ ഹൃദയത്തിനകത്ത് ഭയങ്കര പ്രയാസം ഉണ്ടായിരുന്നു. കാരണം ജനം യോശുവയെ അംഗീകരിക്കുമോ എന്നൊരു ചിന്ത അദ്ദേഹത്തിന് മനസ്സിനകത്തുണ്ടായിരുന്നു. അതുകൊണ്ട് ദൈവം അദ്ദേഹത്തോട് കൂടെ പറഞ്ഞ ആദ്യ സമയത്ത് കൂടെ പറഞ്ഞൊരു വാക്കുണ്ട്,
ഞാൻ മോശയോട് കൂടെ ഇരുന്നത് പോലെ നിന്നോട് കൂടെ ഇരിക്കാം. അത് മാത്രമല്ല പറഞ്ഞത്, പ്രധാന വാക്കിങ്ങനെ ഒന്നിലധികം പ്രാവശ്യം ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ അവരുടെ മധ്യേ വലിയവനാക്കിക്കോളാം. ആ വാക്ക് നിങ്ങൾ കേട്ടോ? ഞാൻ നിന്നെ അവരുടെ മധ്യേ. അങ്ങനെ ദൈവത്തിന് പറയേണ്ടി വന്നെങ്കിൽ യോശുവയുടെ മനസ്സിൽ എന്ത് ചിന്തയുണ്ട്? അങ്ങനെ ചിന്തിക്കാനുള്ള കപ്പാസിറ്റി ഒന്നും നമ്മുടെ തലച്ചോറിനില്ലായിരിക്കും. കമ്പ്യൂട്ടർ പഠിക്കാനുള്ളതുണ്ട്. പിന്നെ എൻ്റെ ഇപ്പൊ പിള്ളേർക്കൊക്കെ ഏതൊക്കെയാ ഫ്രഞ്ച് പഠിക്കാനോ അല്ലെങ്കിൽ ജർമ്മൻ പഠിക്കാനൊക്കെ ഉള്ളതുകൊണ്ട് ബൈബിൾ പഠിക്കാൻ മാത്രം തലയ്ക്കകത്ത് സംഭവമില്ല, ബാറ്ററി ഇല്ല. അങ്ങനെ അയക്കരുത്. അങ്ങനെ ഒരാൾ പറയണമെങ്കിൽ ദൈവത്തോട് കൂടെ ഒരു വാക്ക് പറഞ്ഞ് ഉറപ്പിക്കണതിൻ്റെ അർത്ഥം എന്താ? ആ വിഷയത്തിൽ ഇദ്ദേഹത്തിന് ആശങ്കയുണ്ട്. സ്തോത്രം. മനസ്സിലായി? ദൈവം ഒരാളോട് കൂടെ പറയുക, ബ്രദറെ മരിക്കില്ല ബ്രദർ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? ഈ കക്ഷിക്ക് മരിക്കുമെന്നൊരു പേടിയുണ്ട്. അല്ലെങ്കിൽ കൂടെ വന്ന് മരിക്കുമെന്ന് പറയേണ്ട കാര്യമുണ്ടോ? അപ്പൊ എന്ത് വിഷയത്തെക്കുറിച്ചാണോ ടെൻഷൻ ഉള്ളത്, ആ വിഷയത്തെക്കുറിച്ചാണ് ആലോചന വരുന്നത്. ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് പൊടി തട്ടി തന്നിട്ട് പോകാനല്ല, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെയും ദൈവം അറിയുന്നു. നിങ്ങൾക്ക് ഏത് വിഷയത്തിലാണോ ഭാരം, ആ വിഷയമാണ് ദൈവം പറയാൻ പോകുന്നത്. നിനക്ക് നീ വളരില്ലെന്നോ, നിന്റെ വളർച്ച ഇവിടം കൊണ്ട് മുരടിച്ചെന്നോ, നിന്നെ എല്ലാരും കൂടി ഒതുക്കുമെന്നോ, നിന്നെ അംഗീകരിക്കില്ലെന്നോ, നിനക്കൊരു സ്ഥാനമില്ലെന്നോ, നിനക്ക് മാത്രം ചില സാധ്യതകൾ എത്തിപ്പിടിക്കാൻ പറ്റത്തില്ലെന്നോ നിന്റെ മനസ്സിനകത്തിരുന്ന് കൂടെ പറയുന്നുണ്ടെങ്കിൽ ആ വിഷയത്തെ കുറിച്ച് ദൂത് പറയാനാണ് സ്വർഗം തന്റെ ദാസന്മാരെ അയക്കുന്നത്. ആ ദൂത് കേൾക്കണമെന്ന് എന്നെ കുറിച്ച്, എന്റെ മനസ്സിൽ മറഞ്ഞു കിടക്കുന്ന ഏറ്റവും വലിയ ഭാരത്തെ കുറിച്ച്, എന്റെ വീട് ഇപ്പോൾ കടന്നു പോകുന്ന, എന്റെ സഭ ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന അതേ വിഷയത്തെ കുറിച്ച് എന്റെ ദൈവം ഒരു വാക്കെങ്കിലും പറയണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? അവരുടെ മനസ്സ് കണ്ടാണ് സ്വർഗം ഇടപെടാൻ പോകുന്നത്. സ്തോത്രം. ആളുകൾ എന്തിനെ കുറിച്ച് അധികം ഭാരപ്പെടുന്നു, അതേ വിഷയത്തെക്കുറിച്ച് സ്വർഗത്തിലെ ദൈവം തന്റെ ആലോചന പറയും. അപ്പൊ ജനങ്ങളുടെ ഇടയിൽ എനിക്ക് ഒരു അംഗീകാരം ഉണ്ടാകുമോ? മറ്റൊരാളെ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ, സ്തോത്രം, വേറൊരാൾ വരുമ്പോൾ എങ്ങനെ ആയിരിക്കും എന്നുള്ളതിനെ കുറിച്ചൊക്കെ വലിയ പാടാണ്. ഞാൻ ഈ ആരംഭകാലത്ത് ആയിരുന്ന ആത്മീക സ്ഥാപനത്തിനകത്ത് ഞാൻ വളർന്നു വരുന്ന സമയത്ത്, ഞാൻ സഭാ പാസ്റ്ററൊക്കെ ആകുന്നതിനൊക്കെ ആകുമ്പോൾ ഒരു വലിയ പ്രസ്ഥാനത്തിന്റെ തലപ്പത്ത് കുറച്ച് നാൾ എനിക്ക് നിൽക്കാനുള്ള അവസരം കിട്ടി. അപ്പൊ ആ സമയത്തൊക്കെ വലിയ പാസ്റ്റർമാർക്ക് പകരക്കാരനായിട്ട് ഞാൻ പ്രസംഗിക്കാൻ പോവായിരുന്നു. സ്തോത്രം. അങ്ങനെയാണ് എനിക്ക് പ്രസംഗിക്കാൻ അവസരങ്ങൾ വേദിയിൽ കിട്ടാൻ തുടങ്ങിയത്. ചില കർത്തൃദാസന്മാരൊക്കെ, പേര് പറഞ്ഞാൽ അറിയുന്ന, ഇന്നും അറിയപ്പെടുന്ന ചില കർത്തൃദാസന്മാർ, അവർക്ക് ചിലപ്പോൾ പെട്ടെന്നൊരു അത്യാവശ്യം വരുമ്പോൾ ആ സമയത്ത് പകരം ഒരാളെ പ്രസംഗിക്കാൻ വേണ്ടി വിടണം. അപ്പൊ അന്നേരം സ്തോത്രം, പ്രസംഗിക്കാൻ അറിയോ ഇല്ലയോ എന്നുള്ളതല്ല വിഷയം, അവർക്കൊന്ന് തല ഊരണമെങ്കിൽ പകരം ഒരാൾ പോയേ പറ്റും. ഇപ്പം എന്നോട് പറയും, സ്തോത്രം, ഒന്നിലധികം പേർക്ക് വേണ്ടി ഞാൻ പോയിട്ടുണ്ട്. ആദ്യ സമയത്ത് എന്നോട് പറയും, ഷാജി ഇന്ന് വൈകുന്നേരം എനിക്ക് അത്യാവശ്യം ഒരു സഹായം ചെയ്യണം, ഇന്നടുത്തൊരു കൺവെൻഷൻ ഉണ്ട്, ഞാനായിരുന്നു പോകാൻ പറ്റിയല്ല. അപ്പോൾ ആ സ്ഥലത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ ഞാൻ ഞെട്ടും. കാരണം നമ്മൾ ഇത്രയുള്ള അന്ന് ആ സമയത്തോടെ പോയി നിന്ന് കഴിഞ്ഞാൽ എന്തോ പറയുന്നറിയില്ലെന്ന് പറഞ്ഞു, ഇനി നിനക്ക് പറ്റും. അവരെ നമ്മളെ അങ്ങ് അയപ്പിച്ചിട്ട് അവർക്ക് ഊരാൻ വേണ്ടി പറയും, നിന്നെ പോലെ ഒരാളില്ല, പറ്റുമെന്നൊക്കെ നമ്മളെ അങ്ങ് ബൂസ്റ്റ് ചെയ്യും. ലാസ്റ്റ് നമ്മളതിനാ വെട്ടിൽ വീഴും. വീണ് കഴിഞ്ഞ് നമ്മളവിടെ ചെന്ന് കഴിയുമ്പോൾ, അന്ന് ഇതുപോലെ ഫോണോ മെസ്സേജൊന്നും അത്ര സൗകര്യമില്ല. ഇവര് സ്തോത്രം ഒരുപക്ഷെ ഏതെങ്കിലും ഒരു അപ്രധാനിയായിരിക്കുന്ന ആളോട് പറഞ്ഞിരിക്കും, പാസ്റ്ററോടൊന്ന് പറഞ്ഞേക്കണം, അല്ലെങ്കിൽ ആ സംഘാടനോട് പറഞ്ഞേക്കണം, എനിക്ക് അത്യാവശ്യത്തെ കേസ് വന്ന് പകരം ഒരാളെ വിട്ടിട്ടുണ്ടെന്ന്. പിന്നെ അവര് അന്ന് മൊബൈലൊന്നും കൊണ്ടു നടക്കുന്ന കാലമല്ല, പിന്നെ ലാൻഡ് ഫോണിൽ ആളെ കിട്ടില്ലല്ലോ, ആള് പുറത്തു പോയില്ലേ. അപ്പൊ അദ്ദേഹം അവിടെ ചെന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ പതുക്കെ അവിടെ ചെല്ലുകയാണ്. അവിടെ ചെല്ലുന്ന സമയത്ത് ഈ പകരക്കാരനായിട്ട് ചെല്ലുമ്പോൾ സ്തോത്രം, ഒന്ന് സംഘാടകരുടെ ഒന്ന് അംഗീകരിപ്പിക്കുക എന്ന് പറയുന്നത് ഭയങ്കര, നമ്മളെ ഇന്റർവ്യൂ വരെ നടത്തി എന്നെ പ്രസംഗിപ്പിച്ചിട്ടുണ്ട്. സ്തോത്രം. സത്യം. ഞാൻ പുൾപ്പറ്റി എന്നല്ല പറഞ്ഞ ഒരു സ്ഥലത്ത് ഞാൻ പേര് പറയുന്നില്ല. ഒരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അന്നേരം അവരങ്ങ് ഇച്ചിരി വല്ലാത്ത വിഷമത്തിൽ, അവരെ പറഞ്ഞിട്ട് കാര്യം, അവരെ പ്രതീക്ഷിച്ചിരുന്നല്ലേ. എന്നോട് പറഞ്ഞ ബ്രദർ അവിടെ ഇരിക്കുക, സ്റ്റേജിലൊന്നും ഇരുത്തിയില്ല, അവിടെ ഇരിക്കുക, ഞങ്ങളുടെ വലിയൊരു പാസ്റ്റർ വന്നിട്ട് അദ്ദേഹത്തെ കൊണ്ട് ചോദിപ്പിച്ചിട്ട്, പിന്നെ അദ്ദേഹം വന്നു, എന്നെ അകത്തെ മുറി വിളിച്ചോണ്ട് ഇവിടെ എന്നോട് ചോദിച്ചു, ബ്രദർ പ്രസംഗിക്കുമോ, എത്ര പ്രസംഗം പ്രസംഗിച്ചിട്ടുണ്ട്, ഇന്നിവിടെ പ്രസംഗിക്കാൻ പോകുന്നത് എന്താണ്, ഇതെല്ലാം ചോദിച്ച് സ്തോത്രം
ലാസ്റ്റ് ഇന്റർവ്യൂവിന് ഞാൻ പാസ്സായി, എന്നിട്ട് എനിക്ക് സ്റ്റേജിൽ കസേര വന്നു. സ്തോത്രം. അവരെ 1% തെറ്റ് പറയുന്നില്ല, കാരണം എന്നെ കണ്ടാൽ അങ്ങനെയൊന്നും തോന്നിയല്ല അന്ന്, ഇന്നും തോന്നിയല്ല. സ്തോത്രം. തോന്നിയല്ല, അവർ തെറ്റ് പറഞ്ഞ കഥയില്ല. ഭാഗ്യം കൊണ്ട് അന്ന് ഇന്ന് ഞാൻ കരഞ്ഞോണ്ട് അവിടെ നിൽക്കുമ്പോൾ ദൈവം തമ്പുരാൻ നമ്മളെ കൈവിട്ടിട്ടില്ല. അതുകൊണ്ട് ഇത്രയൊക്കെ കർത്താവിൻ്റെ കൃപയിൽ വരാൻ പറ്റിയത് ഓർത്ത് നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയും സ്നേഹം എല്ലാം അതിൻ്റെ പുറകിലുണ്ട്. അതെല്ലാം ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഈ പകരം പ്രസംഗിക്കാൻ തുടങ്ങുമ്പോഴും വലിയൊരു പേരും വലിയൊരു പോസ്റ്ററെല്ലാം കണ്ടിട്ട് അദ്ദേഹത്തെ ഇല്ലാതെ മറ്റൊരാൾ നിൽക്കാൻ തുടങ്ങിയാൽ ആദ്യത്തെ 1.5 മണിക്കൂർ നേരത്തേക്ക് ജനത്തിൻ്റെ പ്രതികരണം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അവർ സ്തോത്രം പറയണോ വേണയോ, ഇവനാരാണെന്നൊക്കെ ചിന്തിച്ച് അവസാനം നമ്മൾ ആരാന്ന് തെളിഞ്ഞിട്ടേ സ്തോത്രം വരുള്ളൂ. അപ്പോഴേക്കും മണി 8:30, 8:40 ആവും. പിന്നെ 20 മിനിറ്റാണ് സമാധാനത്തോടെ പ്രസംഗിക്കാൻ കിട്ടുന്നത്. സ്തോത്രം. അപ്പൊ ഇതുപോലെ യോശുവ ഹൃദയത്തിനകത്ത് മറ്റൊരാളെ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ, അതിൻ്റെ പകരക്കാരനായി നിൽക്കുമ്പോൾ അതിൻ്റെ വിഷമം ഞാനിത് അനുഭവിച്ചിട്ടുള്ളതിൻ്റെ പേര് യോശുവയോടത്തോളം ഒന്നും ഇല്ലെങ്കിലും എനിക്കിത് പെട്ടെന്ന് മനസ്സിലാവും. സ്തോത്ര. ഹല്ലേലൂയ. അത് ഞാൻ പരിശുദ്ധാത്മാവിൽ അത്രയും അത് പരത്തി പറയേണ്ട കാര്യമില്ല. ജീവിതത്തിലാണെങ്കിലും ചിലപ്പോൾ മറ്റൊരാളെ പ്രതീക്ഷിച്ചു പകരക്കാരനെ പോലെ ചെന്ന് കഴിയുമ്പോൾ അത് അസ്വസ്ഥതയാകും. സ്തോത്രം. അതെല്ലാം ഇന്ന് പകൽക്കാലം കർത്താവ് മാറ്റും. അല്ലെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് ഇത്രയും വളച്ചു കെട്ടി ഈ കാര്യം പറയുകയല്ല. ഇതൊന്നും ഇവിടെ പറയേണ്ട കാര്യമില്ല. പക്ഷെ ദൈവാത്മാവ് എന്നോട് പറയുന്നു, നിന്നെ പോലെ ഒരാളെ അല്ല ഞാൻ പ്രതീക്ഷിച്ചതെന്ന് മുഖത്ത് നോക്കി പറയാൻ മടിയില്ലാത്തവരുടെ കൂടെ ജീവിതം കയ്പായിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ദൈവം ഇന്ന് പകരക്കാരോ ഈ വേദിയിൽ പറയുകയാണ്, ഈ ഓൺലൈനിൽ പറയുകയാണ്, അവരെ കൊണ്ട് അംഗീകരിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. ജീവനുള്ള ദൈവത്തിന് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഈ വാക്കിനകത്ത് കർത്താവ് മാലയിൽ മുത്തുകോർക്കുന്നത് പോലെ ചില കുടുംബങ്ങളെ, ചില ഭാര്യമാരെ, ചില ഭർത്താക്കന്മാരെ, ചില കർത്തൃദാസന്മാരെ, അംഗീകാരം കിട്ടാത്തവരെ, ജനത്തിന്റെ മുമ്പിൽ കണ്ണിൽ കരടായവരെ, നീയാണോ വന്നത്, നിന്നെ പോലെ ഒരാളെയല്ല പ്രതീക്ഷിച്ചത് എന്ന് പറഞ്ഞ് നിനക്ക് കിട്ടേണ്ട സാധ്യതകളെ, നിനക്ക് കിട്ടേണ്ട ബിസിനസിനെ പോലും മാറ്റിക്കളയുന്ന പൈശാചിക മേഖലകളുടെ 18ാമത്തെ പകൽക്കാലം വചന വെളിപ്പാടിലൂടെ ഒരു ഭയങ്കര മാറ്റം ദൈവാത്മാവ് ഇതിനകത്ത് ചെയ്യുന്നത്. വിശ്വസിച്ച് കയറിവ, ആത്മാവിൽ ഒരുമിച്ച് കയറിവ. നിന്നെയാണ് ദൈവം കണ്ടത്, നിന്നെയാണ് ദൈവമാക്കി വെച്ചത്, നിന്റെ മോളെയാണ് സ്വർഗം നിയോഗിച്ചത്. മനുഷ്യനത് മനസ്സിലായില്ല, മനുഷ്യനത് അംഗീകരിച്ചില്ല. അതിന്റെ വേദന, അതിന്റെ തിക്താനുഭവം, അതിന്റെ നൊമ്പരം അനുഭവിക്കുന്നവരുടെ വിടുതലാണ് ഇന്ന് പകൽക്കാലം ദൈവം ഫോക്കസ് ചെയ്യുന്നത്. വിശ്വസിച്ച് 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 നന്ദിയോടെ കർത്താവിന്റെ നാമത്തിൽ അത് സംഭവിക്കാൻ വേണ്ടി ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കണം. തിരുവെടുത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, അടക്കി കയറി പറയാം. ഉൽപ്പത്തിയിലാണ് ആ വാക്യം. ഇങ്ങനെയാണ്, ഞാൻ നിന്റെ കെട്ടഴിച്ചു തരുമ്പോൾ നീ നിന്റെ നുകം കുടഞ്ഞു കളയണം. ഹല്ലേലൂയ. അതിന്ന് പകലക്കാല ശുശ്രൂഷ നടക്കണം. കെട്ടുവഴിച്ച് കുടയാനും കൂടി പറ്റിയല്ല, കെട്ടഴിക്കാം, നീ കുടയണം, എങ്കിലേ പണി നടക്കുള്ളൂ. ഇന്ന് പകലക്കാലം ചിലരോട് ദൈവം പറയുന്നു, ആ കുരുക്ക് ഇവിടെ അഴിയുകയാണ്. നീ വീട്ടിൽ കയറിയ കാലം മുതൽ നീയല്ല ഇവിടെ വരേണ്ടതെന്ന് അനവധി പ്രാവശ്യം കാതിൽ കേട്ടവരോട് സ്വർഗം ഇന്ന് കണക്ക് തീർക്കാൻ പോകുകയാണ്. ആ ദൈവത്തിന്റെ കരമാണ് ഇവിടെ വ്യാപരിക്കുന്നത്. എവിടെയൊക്കെയോ ദൂരത്ത് ഞരക്കങ്ങൾ ദൈവം കേൾക്കുന്നു. ഏതൊക്കെയോ ഓൺലൈൻ വാച്ചേഴ്സ് ആത്മാവിൽ നിന്ന് പകരക്കാരൻ പറ, ഞാൻ ഇരിക്കുന്ന ഈ വീട്ടിൽ നടക്കുന്ന കാര്യമാണ് ദൈവം എന്നോട് പറയുന്നത്. കർത്താവിന്റെ ആത്മാവ് ഒരു വാക്കോടെ കിടത്തി പറയുന്നു, നിന്നെ ദൈവം നിർത്തിയ സ്ഥാനത്ത് മറ്റൊരാളെ നിർത്താൻ
പലരും കൂടി പ്ലാൻ ചെയ്താലും എന്റെ ദൈവം അത് അനുവദിക്കത്തില്ല. നിന്നെ ദൈവം നിർത്തിയെടുത്ത് നിന്നെ ഉയർത്തിക്കൊണ്ടുവരുമെന്ന് ദൈവാത്മാവ് ചിലരോട് ആത്മാവിൽ തൂത് പറയുക. പിടിച്ചെടുക്ക യേശുവിന്റെ നാമത്തിൽ. നീയാണ് അതിന്റെ ആള്. നിനക്കാണ് ചാൻസ്. നിന്റെ മോളെയാണ് കണ്ടത്, നിന്റെ മകനെയാണ് കണ്ടത്. അല്ലയോ ബ്രദറെ, നീയാണ് അവിടെ പോകേണ്ടത്. നിന്നെയാണ് സ്വർഗം അതിന് പേര് പറഞ്ഞ് സെലക്ട് ചെയ്തത്. ഏതൊക്കെയോ കമ്മിറ്റിയിൽ നീയാണ് ദൈവം കണ്ടയാള്. നിന്നെ തട്ടി മാറ്റി മറ്റൊരാളെ അവിടെ നിർത്താൻ വേണ്ടി ബുദ്ധിമാന്മാർ ശ്രമിക്കുമ്പോൾ നിനക്ക് വേണ്ടി വാദിക്കുന്നത് മനുഷ്യനല്ല, സ്വർഗത്തിലെ ദൈവമാണ്. യേശുവിന്റെ നാമത്തിൽ സഭയ്ക്ക് വേണ്ടി, ദൈവദാസന്മാർക്ക് വേണ്ടി ദൈവമക്കൾ എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചേ. കർത്താവിന്റെ ആത്മാവിനോട് പറയുന്നു, ഈ ഉപവാസത്തിന് ശേഷം വിജുപാസ്രയെ കൂടെ നിൽക്കുന്ന കർത്തൃദാസന്മാരെ, ഈ ഉപവാസത്തിന് ശേഷം സ്വർഗം നിന്നെ കണ്ടിരിക്കുന്ന അന്തർദേശീയ വേദികളുണ്ട്. ദൈവം അത് പറഞ്ഞു കഴിഞ്ഞു. ഇനി അത് മാറ്റി പറയാൻ ചില പരീശന്മാരെ, ജഡീയന്മാരെ, തൽപര കക്ഷികളെ തിരികെ കയറ്റാൻ ആരൊക്കെ നോക്കിയാലും അപ്പാ തെളിയട്ടെ. 2023 അങ്ങ് കഴിഞ്ഞോട്ടെ, 2023 അങ്ങ് കഴിഞ്ഞോട്ടെ, 24 കയറി വരട്ടെ. ആ വർഷം കയറി വരട്ടെ. തിരശ്ശീല ദൈവം മാറ്റുകയാ. അനവധി പ്രാവശ്യം ദൈവം അവസരം ഒരുക്കിയിട്ടു. ഏതൊക്കെയോ കാരണം കൊണ്ട് നിന്നെ മാറ്റി നിർത്തിയ വേദികൾ എന്റെ കർത്താവ് വീണ്ടും ഉയർത്തിക്കെട്ടാൻ പോകുകയാണ്. നീയാണ് ദൈവം കണ്ടയാള്. നീയാണ് സ്വർഗമാക്കി വെച്ചയാള്. അവിടേക്ക് വേറെ വിദഗ്ധര് കാണും, മിടുക്കര് കാണും, ശക്തര് കാണും, നമ്മളെക്കാൾ കഴിവുള്ളവര് കാണും. പക്ഷെ ദൈവം കണ്ടതാരാണോ അവനെ ദൈവം നിർത്തുമോ? കാര്യം മനസ്സിലായവർ കർത്താവിന് സ്തോത്രം ചെയ്താൽ. യോശുവയുടെ പുസ്തകം 3:9 അല്ല ഇന്നത്തെ ദൂത്. ഞാൻ സാധാരണ പറയാറുണ്ട്, ഒരു കെട്ടിടം പണിയുമ്പോൾ നിങ്ങൾ യാത്ര ചെയ്യുന്ന സമയത്ത് സ്തോത്രം ഏതോ ബിൽഡിംഗ് പണിയാൻ വേണ്ടി കമ്പിയും സിമെന്റും കല്ലും മിറ്റിലും എല്ലാം കൊണ്ട് ഇറക്കുക. അപ്പൊ അവിടെ ഇറക്കുന്ന കമ്പിയുടെയൊക്കെ വണ്ണം വലിപ്പം കാണുമ്പോൾ അറിയാം ഇവിടെ എന്നെ പണിയാൻ പോകുന്നത്. സ്തോത്രം മനസ്സിലായോ? 6 mm-ന്റെയോ 8 mm-ന്റെയോ 2 കെട്ട് കമ്പിയും 1 ചുറ്റ് സ്ലാഹ കെട്ട് കമ്പിയും കൂടി കൊണ്ടുവിടുവാണെങ്കിൽ ഓർത്തോളണം, ഇതേതാണ് ഷീറ്റടിപ്പര പണിയാൻ പോവാണ്. അത്രയേ ഉള്ളൂ. എന്നാൽ വലിയ 24 ഇഞ്ചിന് എൻ്റെ കയ്യോളം വലിപ്പമുള്ള കമ്പിയും അതിൻ്റെ മെഷീനുകളും സ്തോത്രം വലിയ എന്താ പറയുക, ട്രെയിലറിനകത്ത് സിമെൻ്റൊക്കെ ഇറക്കുവാണെങ്കിൽ ഓർത്തോളം ഇവിടെ ഒരു മൾട്ടി ബിൽഡിങ് വരാൻ പോവാ. ഞാൻ പറഞ്ഞു വരുന്നത് ഫൗണ്ടേഷന് ഇപ്പൊ ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഫൗണ്ടേഷൻ ഇത്രയും വലുതാണെങ്കിൽ കെട്ടിടം എന്തായിരിക്കും എന്ന് വിചാരിച്ചോളണം. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകലക്കാലം ഒരു അടിത്തറ ഇടുകയാ. അതിനകത്ത് ദൂതാണ്. സ്തോത്രം, ഹല്ലേലൂയ. ഈ ആമുഖത്തിൽ ദൈവം തരുന്നത് ഉറങ്ങരുത്, മയങ്ങരുത്, ക്ഷീണിക്കരുത്, അവിടെ നോക്കിയിരിക്കരുത്, അസ്വസ്ഥരാകരുത്. ഇന്ന് ദൈവം നിന്നെ ഇളിയും തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കുന്ന ദിവസമാണ്. ഹല്ലേലൂയ. കർത്താവിന് മഹത്വം. ഹല്ലേലൂയ. യോശുവയെ ദൈവമായ കർത്താവ് സ്തോത്രം, ഹല്ലേലൂയ, നിയമിച്ചിരുന്നു. ധാരോട് അധികമൊന്നും പറഞ്ഞില്ല. ദൈവത്തിന് പറയേണ്ട കാര്യമില്ല. ദൈവത്തിന് കമ്മിറ്റി കൂടി ജൻബോർഡ് കൂടി ഇങ്ങനെ ആക്കിക്കോട്ടെ എന്ന് ചോദിക്കേണ്ട ഗതികേട് ദൈവത്തിനില്ല. ദൈവം പറയേണ്ടവരോട് പറഞ്ഞു, ഇന്നതാണെന്ന് പറഞ്ഞു. പക്ഷെ ജനത്തിന്റെ അംഗീകാരം യോശുവ പേടിച്ചു. അതുകൊണ്ട് ദൈവം കൂടെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, നീ മിണ്ടാതിരിക്കുക. നിന്നെ അവരുടെ ഇടയിൽ വലിയവനാക്കേണ്ട കാര്യമല്ലേ. വലിയവനാക്കുക എന്ന് പറഞ്ഞാൽ സ്തോത്രം വലിയ മുതലാളിയാക്കുക എന്നുള്ളതല്ല. നിന്നെ അംഗീകരിക്കുക, നിന്നെ അവർ ഉൾക്കൊള്ളുക. അതല്ലേ നിന്റെ പ്രശ്നം. അത് നീ വിട്ടേരെ, അത് ഞാൻ ഏറ്റു. സ്തോത്രം, ഹല്ലേലൂയ. നിന്നെ അംഗീകരിപ്പിക്കേണ്ട കാര്യം ഞാൻ ഏറ്റു.
അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് യോശുവയെ കൊണ്ടുവന്ന് യോർദാന്റെ മുമ്പിൽ നിർത്തിയിരിക്കുക. ജനം അംഗീകരിക്കും. എങ്ങനെ അംഗീകരിക്കുന്നറിയാമോ? ഈ കടമ്പ കടത്തി അക്കര കൊണ്ടുപോകാൻ നിനക്ക് കഴിവുണ്ടെങ്കിൽ അന്നേരം ഞങ്ങൾ പറയാം നീ ആണാണോ പെണ്ണാണോ. സ്തോത്രം. മനസ്സിലായോ? അപ്പൊ വെറും ഒരു യോർദാൻ കിടക്കുകയല്ല, ഇത് ഒരുവന്റെ ഭാവി നിർണയിക്കുക, ഒരുവന്റെ ജീവിതം നിർണയിക്കുക. ഇതൊരു വഴി തെളിക്കുന്നത് മാത്രമല്ല, ഇതിന്റെ അടിയിൽ മറഞ്ഞു കിടക്കുന്ന വിഷയമാണ്. ഇവിടെ വെച്ചാണ് യോശുവ ആരാന്ന് അറിയാൻ പോകുന്നത്. സ്തോത്രം. ജനത്തിന് അക്കരെ പോകണമെന്നുള്ളൊരു പരമാർത്ഥമാണെങ്കിലും അതിനകത്തൊരു നേതാവ് പൊങ്ങി വരണം, ഒരു അന്തർദേശീയ നേതാവ് പൊങ്ങി വരണം. ഇനിയുള്ള കാലത്ത് കനാൻ വിഭജിച്ചു കൊടുക്കേണ്ട, വീതം വെച്ച് കൊടുക്കേണ്ട, അവിടുത്തെ ശക്തികളെ തുരുത്തിക്കളയേണ്ട, ജനത്തെ ഒന്നിച്ചു നിർത്തേണ്ട, ജനം അംഗീകരിക്കേണ്ട ഒരു വൻപൻ താരം പൊങ്ങി വരണം. അതും കൂടിയാണ് ഇതിന്റെ പുറകിൽ മറച്ചിട്ടിരിക്കുന്നത്. ഉണ്ട്. സ്തോത്രം. ജനം പറഞ്ഞു നമുക്ക് കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾക്ക് വിഷയമൊന്നുമില്ല, പക്ഷെ ഞങ്ങളുടെ ഈ വിഷയത്തിനകത്തൊരു പരിഹാരം ഉണ്ടാക്കുവാണെങ്കിൽ ഞങ്ങൾ അംഗീകരിക്കാം, മോശയെ പോലെ അംഗീകരിക്കാം. സ്തോത്രം. ആ മനസ്സോടുകൂടെ യോശുവയ്ക്ക് വേണ്ടി ജനം കാത്തു നിൽക്കുന്നു. ദൈവം ഇടയ്ക്കിടയ്ക്ക് കാതിൽ പറയുന്നു, എങ്ങനെ യോർദാൻ കിടക്കാന്ന് മാത്രം പറയുകയല്ല, ബാക്കിയെല്ലാം ദൈവം പറയും. അതാണ് ദൈവത്തിന്റെ മറ്റൊരു പ്രശ്നം. നമ്മൾ കൊച്ചിന്റെ കല്യാണം ഡിസംബറിനുള്ളിൽ നടക്കുമോ എന്നാണ് നമ്മുടെ ബൈബിളിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത്. അതിനെക്കുറിച്ച് ആരെങ്കിലും പറയാനാണ് 18-ാം ദിവസം നമ്മൾ കാത്തിരിക്കുന്നത്. നമ്മൾ അതിനു വേണ്ടി പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം ആ കൊച്ചിന്റെ കാര്യം പറയുകയല്ല. ഇപ്പൊ ഓസ്ട്രേലിയയിലുള്ള കൊച്ചിനെ സുവിശേഷ വേലയ്ക്ക് ഇറക്കാൻ പോവാന്ന് പറയും. അതാ ദൈവം. നമ്മള് ഓസ്ട്രേലിയയിലെ കൊച്ചിനെ തൊടണ്ട ദൈവമേ ഉപവാസ പ്രാർത്ഥനയിൽ. കാരണം അവൻ ഓക്കെയാണ്. ഇപ്പൊ ഞങ്ങളുടെ വിഷയം വീട്ടിൽ നിൽക്കുന്ന പെണ്ണാണ്. അതിനെക്കുറിച്ചൊരു ദൂത് കേൾക്കാനാ വന്നത്. പക്ഷെ അതിനെക്കുറിച്ച് മിണ്ടിയല്ല. അല്ലെങ്കിൽ നിങ്ങൾ ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് നാളെ പ്രാർത്ഥിക്കാൻ വെക്കും. സ്തോത്രം. ക്ലൂ ഒന്നും കൊടുക്കരുത്. ക്ലൂ ഒന്നും കൊടുക്കാതെ നിങ്ങളൊരു പ്രവാചകന്റെ അടുത്ത്, ഒറിജിനൽ പ്രവാചകന്റെ അടുക്കൽ ദൈവാത്മാവുള്ള ആൾക്ക് പ്രാർത്ഥിക്കാൻ ചെല്ലേ. അപ്പൊ അന്ന് ദൈവം പറയും, ഞാൻ നിന്നെ 16 വർഷമായിട്ട് എൻ്റെ ഉള്ളം കയ്യിൽ കൊണ്ട് നടക്കുക, നിന്നെ ഒരിടത്തും താത്തിയിട്ടില്ല, ഇനി മുന്നോട്ടുള്ള കാലത്തും താത്തിയല്ല. നീ ഞാൻ ഏൽപ്പിച്ചത് വിശ്വസ്തയോടെ ചെയ്യുക, നിന്നെ ഞാൻ മാനിക്കും, നിന്റെ കുടുംബത്തെ മാനിക്കും എന്ന് പറഞ്ഞ് ദൂത് നിർത്തും. നമ്മൾ കേൾക്കാൻ ആഗ്രഹിച്ചത് ജോളിക്കുട്ടിക്ക് ഡിസംബറിനുള്ളിൽ കല്യാണം നടക്കുമെന്നാണ്. പക്ഷെ അത് മിണ്ടിയല്ല ദൈവം. സ്തോത്രം. അതാ ദൈവം. തത്തെ കൊണ്ട് കൂടെടുപ്പിക്കുന്നത് പോലെ പറയിപ്പിക്കാൻ നമ്മൾ നോക്കിയാൽ ഈ മാർഗത്തിൽ പെടും. സ്തോത്രം. ഇവിടെ അതിന് നോ വേക്കൻസി. അതിന് പറ്റിയ സ്ഥലങ്ങൾ വേറെയുണ്ട്. നിങ്ങൾക്ക് ഫോൺ നമ്പർ തരികയല്ല, തന്നാൽ നിങ്ങൾ പോകും. സ്തോത്രം. മനസ്സിലായി? അറിയാം, പക്ഷെ വഴി കാണിച്ചു തരികയല്ല. അത് ഇവിടെ. പക്ഷെ ഇത്രയും കേട്ടാൽ നമ്മൾ ഉറക്കണം. ഇത്രയും കേട്ടാൽ എന്റെ ദൈവം എന്നെയും പിള്ളേരും കയ്യിലെ വെച്ചിരിക്കുന്നേ. 16 കൊല്ലമായിട്ട് ദൈവം ആർക്കും കൊടുത്തിട്ടില്ല, ഇനി കൊടുക്കുകയല്ല എന്ന് പറഞ്ഞപ്പോൾ എന്റെ കൊച്ചിന്റെ കാര്യം നടന്നു എന്ന് വിശ്വസിക്കണം. അതിൽ തൃപ്തിപ്പെടുന്നവനാണ് ആത്മീയൻ. അത്രയും പറഞ്ഞാൽ ഓർത്താലുള്ള കാര്യം നടന്നു. ഞാൻ പറഞ്ഞത് ശരിയാണോ എന്നറിയാൻ നിങ്ങൾ യോശുവയുടെ പുസ്തകം 1, 2 വായിച്ചു നോക്കിയോ. പിന്നെ വായിക്കരുത്, ഉച്ച കഴിഞ്ഞിട്ട് വീട്ടിൽ പോയി വായിക്കുക. അവിടെ യോശുവ ആഗ്രഹിക്കുന്നുണ്ട് എങ്ങനെ യോർദാൻ കടക്കും. അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒന്ന് ദൈവം പറഞ്ഞായിരുന്നെങ്കിൽ ടെൻഷൻ ഫ്രീ ആകായിരുന്നു. പക്ഷെ ഈ 1-ാം അധ്യായത്തിന്റെ 1 മുതൽ 9 വരെയുള്ള പാരഗ്രാഫിനകത്ത് യോശുവയുടെ കൂടെ ഇരിക്കുമ്പോൾ ദൈവം പറയുന്നു, ഞാൻ നിന്റെ കൂടെ ഇരിക്കാം, നിന്നെ വലിയവനാക്കാം, നിന്റെ വായിന്ന് വചനം മാറിപ്പോ. ഇതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ടല്ലോ, അതല്ല എനിക്ക് അറിയേണ്ടത്. പക്ഷെ ദൈവം വേണ്ടിയില്ല. പക്ഷെ ദൈവത്തിന്റെ കൂടെ ഇരുന്ന് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ യോശുവയുടെ മനസ്സിനകത്തൊരു ഉറപ്പ് കിട്ടി. ഉറപ്പിതാണ്, ഈ കിടപ്പ് ഒരുപാട് നാൾ കിടക്കേണ്ട വരികയില്ല. ഇപ്പൊ ചില ദിവസമായിട്ട് യോർദാന്റെ തീരത്ത് കിടക്കുകയാണ്. നിങ്ങൾ 1-ാം അധ്യായം നോക്കിയേ. 1-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം. എന്നാൽ യോശുവ ജനത്തിന്റെ പ്രമാണികളോട് കൽപ്പിച്ചത്, പാളയത്തിൽ കൂടി കിടന്ന ജനത്തോട്, നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് അവകാശമായി തരുന്ന ദേശം കൈവശമാക്കാൻ ചെല്ലേണ്ടതിന് നിങ്ങൾ 3 ദിവസം കഴിഞ്ഞിട്ട് യോർദാൻ അക്കരെ കടക്കേണ്ടതാകയാൽ ഭക്ഷണ സാധനം ഒരുക്കിക്കൊള്ളുവീൻ എന്ന് കൽപ്പിച്ചു. 3:10-11 വായിച്ച കേട്ടോ. നിങ്ങൾ 3:9 വരെയും. സ്തോത്രം. ഇപ്പൊ നിങ്ങൾക്ക് അനുവാദം തന്ന ഈ അന്തരീക്ഷം അങ്ങ് പോകും.
എപ്പോഴെങ്കിലും വായിക്കണം. ഈ 3:9 വരെയും 3 ദിവസം കഴിയുമ്പോൾ യോർദാൻ കടക്കുമെന്ന് ദൈവം പറഞ്ഞു കൊടുത്തില്ല. അവിടെ എഴുതിയിട്ടില്ല യോശുവ പേടിക്കാറ് 3 ദിവസം പിടിച്ചു നിൽക്കടാ, 3 ദിവസം കഴിയുമ്പോൾ കളിയാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞാൽ നമുക്ക് ബിരിയാണി കഴിക്കാമെന്ന്. പക്ഷെ അന്ന് ദൈവം ഈ 9 വാക്യത്തിൽ പറഞ്ഞിട്ടില്ല. പക്ഷെ 9 വാക്യത്തിനകത്ത് 3 days എന്നാണ് ഇംഗ്ലീഷിൽ കിടക്കുന്നത്. 3 ദിവസത്തിനകം യോർദാൻ കടക്കുമെന്ന് പ്രത്യേകിച്ച് ഒരു ശബ്ദമൊന്നും കേട്ടില്ല. പക്ഷേ ദൈവത്തിന്റെ കൂടെ ഇരുന്ന് അല്പനേരം ദൈവം ചില കാര്യം പറഞ്ഞപ്പോൾ യോശുവ ഡിക്ലെയർ ചെയ്യുക, മാക്സിമം 3 ദിവസം അതിനുള്ളിൽ നമ്മൾ കടന്നിരിക്കും. സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ നിങ്ങളോടും പറയാം, 18 ദിവസമായി 21 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ വിഷയത്തെ കുറിച്ച് കൃത്യമായിട്ട് പോയിന്റ് ചെയ്ത് പറഞ്ഞില്ലെങ്കിലും, നിങ്ങളെ കൈവിടില്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങളെ താത്തി വെക്കത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നീ എന്റെയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ തീരുമാനിച്ചോളണം, ഈ യോഗം കഴിയുമ്പോൾ നിങ്ങൾ കിടക്കുന്നിടത്തിന് കിടക്കേണ്ടി വരില്ല. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഇവിടെ വന്ന് കർത്തൃദാസന്മാരുടെ ദൈവത്തിന്റെ വചനം കേട്ടപ്പോൾ സ്വർഗത്തിലെ ദൈവത്തിന്റെ തിരുസന്നിധാനത്തിൽ ചില കാര്യങ്ങൾക്ക് മാറ്റം വരുമെന്ന് മനസ്സിന് ചങ്കുറപ്പ് കിട്ടിയ ദൈവമക്കൾ, അത് ബിജുപ്പാസ് പറഞ്ഞില്ല, ഇന്നലെ വന്ന KJ തോമസ് പാസ് പറഞ്ഞില്ല, ടിനുപ്പാസ് പറഞ്ഞില്ല, നാളെ വരുന്ന പാസ് പറയില്ലായിരിക്കും. പക്ഷേ എനിക്ക് ഇവിടെ വന്നിരുന്നപ്പോൾ, ഈ സഭ കയറിയപ്പോൾ, ആരാധന പങ്കെടുത്തപ്പോൾ എനിക്ക് ഒരു ഉറപ്പ് കിട്ടി, എന്നെ ഇനി ഒരു പിശാചിനെ തൊടാൻ പറ്റില്ല, എന്നെ ഇനി നാണം കെടുത്താൻ പറ്റില്ല, ഞാൻ മരിക്കുകയില്ല, ജീവനോടിരുന്ന് എന്റെ ദൈവത്തെ സാക്ഷീകരിക്കുമെന്നൊരു ഉറപ്പ് ആരും പറഞ്ഞതല്ല, ഇവിടെ വന്നപ്പോൾ എന്റെ മനസ്സിന് ഉറപ്പ് കിട്ടി. ഹല്ലേലൂയ. ദൈവ സാന്നിധ്യം ഉള്ളിടത്ത് വന്നാൽ സ്തോത്രം എന്താ ഗുണമെന്നറിയാമോ? ജീവിക്കാൻ വേണ്ട പ്രേരണ കിട്ടും. ഹല്ലേലൂയ. ഓൺലൈനിലൊക്കെ ഇരിക്കുന്ന ആൾക്കാരോട് സ്നേഹത്തോടെ പറയാം, എല്ലാ കാലവും ഓരോ വണ്ടിക്കൂലി പോലും മുടക്കാതെ വീട്ടിലിരുന്നുകൊണ്ട് ഇത് മുഴുവൻ സൗജന്യമായിട്ട് കിട്ടുമെന്ന് വിചാരിക്കരുത്. ദൈവത്തിന്റെ സന്നിധിയിൽ വന്നാൽ ജീവിക്കാനുള്ള ബലം കിട്ടും, മുന്നോട്ട് പോകാനുള്ള ധൈര്യം കിട്ടും. സ്തോത്രം, ഹല്ലേലൂയ. ഇത്രയൊക്കെ ചെയ്യാൻ പറ്റിയതിൽ നിങ്ങളെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നു. പക്ഷെ കർത്താവിന്റെ സന്നിധിയിലേക്ക് വരുമ്പോൾ ആരും പറയാതെ നിങ്ങൾക്ക് മനസ്സിലാകും, ഈ ദുർഘടത്തിനകത്തൂടെ വഴി തുറക്കും. അത് ഇതിനകത്ത് വന്ന് സ്തോത്രം പറഞ്ഞ് പ്രാർത്ഥിച്ചിരുന്നാൽ ആരും പറയാതെ ഉറപ്പ് കിട്ടുന്ന സ്ഥലമാണ് ദൈവ സന്നിധി എന്ന് പറയുന്നത്. ഹല്ലേലൂയ. യോശുവ ജനത്തോട്, പ്രഭുക്കന്മാരോട്, ഊപ്പന്മാരോട് പറഞ്ഞു, ആദ്യത്തെ പറച്ചിലാണ് 10-11 അധ്യായത്തിൽ, 3 ദിവസത്തിനുള്ളിൽ നമ്മൾ അക്കരെ കടന്നിരിക്കും. അവിടെ ജനത്തോട് പറ, എല്ലാ സാധനവും പാക്ക് ചെയ്തോളാം പറ. സ്തോത്രം, സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തോ, 3 ദിവസത്തിനുള്ളിൽ നമ്മൾ കിടക്കാൻ പോവുക എന്ന് പറഞ്ഞ കാര്യങ്ങൾ ക്രമീകരിച്ചു. 2-ാം അധ്യായം സ്തോത്രം ഒറ്റുകാരെ പറഞ്ഞയച്ചു. 3-ാം അധ്യായത്തിലേക്ക് കടന്നു. 3-ാം അധ്യായത്തിലും അധികാലത്ത് ദൈവത്തിന്റെ സന്നിധാനത്തിൽ ദൈവത്തോട് പറഞ്ഞും പ്രാർത്ഥിച്ചു വരുന്ന അനന്തരം പെട്ടെന്ന് പ്രേരണ കിട്ടുകയാണ്. ജനത്തോട് പറ, ഇവിടെ വന്ന് വചനം കേൾക്കാൻ. 2-ാമത്തെ ആദ്യത്തേത് ഒരുങ്ങിക്കോ, നമ്മള് യോർദാൻ കടക്കാൻ പോവാണ്. അങ്ങനെ ഒരുങ്ങിയ ജനത്തോട് വീണ്ടും യോശുവ ദൈവസന്നിധിയിൽ കാര്യങ്ങൾ ക്രമീകരിച്ച്, എൻ്റെ ഔട്ട്ലൈൻ എല്ലാം ക്രമീകരിച്ച് 3-ാം അധ്യായത്തിനകത്ത് അധികാലത്ത് എഴുന്നേറ്റ് ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് കാര്യങ്ങളൊക്കെ പ്രാപിച്ച് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് മുൻ നോട്ടീസ് ഇടാതെ, മുൻ അനൗൺസ്മെന്റുകൾ ഇല്ലാതെ പെട്ടെന്ന് സ്തോത്രം എല്ലാവരുടെ ഇന്നത്തെ രീതി പറയുകയാണെങ്കിൽ ചർച്ചിന്റെ വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് പെട്ടെന്ന് ദൈവദാസൻ മെസ്സേജ് ഇടുന്നു, ഇന്ന് എല്ലാവരും വരണം. ഒരു അതിഥി പ്രസംഗൻ വരുന്നുണ്ടെന്നല്ല, ഇവിടെ വന്ന് എനിക്ക് ചില കാര്യം പറയാനുണ്ട്, അത് കേൾക്കണമെന്നല്ല, യഹോവയുടെ വചനം കേൾപ്പിക്കും. ഞാനിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വചനം കേട്ടാൽ എന്ത് സംഭവിക്കും. അദ്ദേഹം പറഞ്ഞു, എല്ലാരും വരിക, ഇവിടെ വന്ന് യഹോവയുടെ വചനം കേൾക്കുക. ഇനി ഞാൻ ആമുഖം നീട്ടുന്നത് ശരിയല്ല, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചുരുക്കി പറഞ്ഞ് കുറിവാക്യത്തിലേക്ക് വരാം. സ്തോത്രം. അങ്ങനെ യോശുവ ജനമെല്ലാം ഒന്നിച്ചുകൂടി. അവരെല്ലാം ഒന്നിച്ചു കൂടിയപ്പോൾ വചനം പറയാൻ തുടങ്ങി. വളരെ സിമ്പിളായി.
അതുപോലെ പുൽപ്പിറ്റൊക്കെ വെച്ച് ബൈബിള് ഒക്കെ നിവർത്തി വെച്ച് അങ്ങനെയൊന്നും ബൈബിളൊന്നുമില്ല, ഇതുപോലെ തോലിട്ട ബൈബിളോ ഒന്നുമില്ല എന്ന്. പക്ഷെ ദൈവത്തിന്റെ കാര്യങ്ങൾ പറയാൻ തുടങ്ങി. അങ്ങനെ പറഞ്ഞോണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്നൊരാഹ്വാനം വരുന്നത്. പുരോഹിതന്മാരോട് പറയുന്നു, പെട്ടകമെടുത്ത് വേഗം യോർദാനിലേക്ക് ഇറങ്ങുക. ഞാൻ ഇങ്ങനെ അതിനെ ആത്മാവിൽ പറയാം. വചനം കേട്ടോണ്ടിരിക്കുമ്പോഴാണ് പുതിയ പുതിയ വഴിത്തിരിവുകൾ ഉണ്ടാകുന്നത്. അല്ലാതെ നിങ്ങള് ഭാര്യയും ഭർത്താവും കൂടി വീട്ടിലിരുന്ന് എന്തോ ചെയ്യുമെന്നോർത്ത് കൈ മലത്തിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ വഴി ഉണ്ടാവില്ല. ദൈവവചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, ദൈവവചനം കേട്ടോണ്ടിരിക്കുമ്പോൾ, അന്ന് വരെ ഒരുത്തന്റെ തലയിൽ ഉദിക്കാത്ത സൂര്യൻ അന്ന് അവിടെ ഉദിച്ചു. ഇന്ന് പകൽക്കാലവും എങ്ങനെ കാര്യം നടക്കും, എങ്ങനെ മുന്നോട്ട് പോകും, കോടിക്കണക്കിന് രൂപയുണ്ടെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിൽ കിടക്കുന്ന സ്വപ്നങ്ങൾ നടക്കില്ല എന്ന് മനസ്സ് പറയുന്ന വിഷയം ആത്മാവിൽ നിന്നോട് ഞാൻ പറയാം. ഈ വചനം കേട്ടോണ്ടിരിക്കുമ്പോൾ ദൈവം തലക്കകത്ത് സൂര്യനെ ഉദിപ്പിക്കും. ഓ കൃപ സഭയെ ഇന്ന് കർത്താവ് ശരിക്കും ലക്ഷ്യമാക്കുന്നുണ്ട്. കർത്തൃദാസന്റെ മനസ്സിന് വലിയ പ്ലാനുകൾ. ഈ പട്ടണത്തിൽ, ഈ പശ്ചിമ കൊച്ചിയിൽ ഇത് പോരാ ദൈവമേ എന്ന് ഇരുന്നോണ്ട് പ്രാർത്ഥിക്കുകയല്ല, നടന്നോണ്ട് പ്രാർത്ഥിക്കുകയല്ല, കമന്ന് കടന്ന് പ്രാർത്ഥിക്കുന്നത് സ്വർഗ്ഗം കണ്ടിട്ടുണ്ടെന്ന് ആത്മാവ് പറയുന്നു. കമന്ന് കടന്ന് പ്രാർത്ഥിക്കുന്ന ശീലം ആർക്കുണ്ട്? കമന്ന് കടന്ന് ഞാൻ വ്യക്തമാക്കുന്നു, ദൈവം എന്നെ കാണിക്കുന്നു. കമന്ന് കടന്ന് പ്രാർത്ഥിക്കുന്ന ശീലം ആർക്കുണ്ട്? അവരോട് ദൈവം പറയുന്നു, നീ കമന്ന് കടന്ന് നിന്റെ കൈപ്പിടിക്കകത്ത് ഒതുങ്ങില്ലെന്നറിയാം. സ്തോത്രം. ഇനിയുള്ള കാലത്ത് ബുദ്ധി കൊണ്ടോ ശക്തി കൊണ്ടോ നടക്കില്ലെന്നറിയാം. പക്ഷെ ഈ ദൂത് കേട്ടോണ്ടിരിക്കുമ്പോൾ പ്രകാശം അങ്ങ് തെളിഞ്ഞു വരും. ഹല്ലേലൂയ. ഇവിടെ വന്ന് വചനം കേൾക്കാൻ പറഞ്ഞ് വചനം കേട്ടോണ്ടിരിക്കുമ്പോൾ പ്രസംഗ മധ്യത്തിൽ പെട്ടെന്ന് ആ ഒരു ഗ്ലാസ് വെള്ളം അങ്ങ് എടുത്തെന്ന് പറയുന്ന ലാഘവത്തിൽ പുരോഹിതന്മാരോട് പറഞ്ഞു, പെട്ട കൊടുത്തോണ്ട് യോർദാനിലേക്ക് ഇറങ്ങിക്കോളാൻ. വഴി ഉണ്ടാക്കുന്നത് വചനമാണ്. എത്ര പേര് വിശ്വസിക്കുന്നു? വഴി ഉണ്ടാക്കുന്നത് വചനമാണ് സിസ്റ്റർ. ഓ, വഴി ഉണ്ടാക്കുന്നത് കമ്മിറ്റിക്കാരല്ല, വഴി ഉണ്ടാക്കുന്നത് ബുദ്ധിമാന്മാരല്ല. വചനം, വചനം ആത്മാവിൽ പറയുന്നു, എന്റെ ചങ്കോട് ചേർത്ത് വെച്ച് മരണം വരെയും അവസാന ശ്വാസം വരെയും എന്റെ കഴിവിന്റെ പരമാവധി, ഞങ്ങളുടെ കഴിവിന്റെ പരമാവധി വേറൊന്നും പറയില്ല. വചനം പറയും, വചനം പറയും, വചനം പറയും. കാരണം ഞങ്ങൾക്കറിയാം, വചനം കേൾക്കാൻ ആള് വന്നാൽ അവന് വഴി ഉണ്ടാവും. അങ്ങനെയാണെന്ന് സത്യം വിശ്വസിക്കുന്നവർ, അനുഭവിച്ചിട്ടുള്ളവർ ദൈവത്തിന് മാത്രം മഹത്വം കൊടുത്താരേ. ഹല്ലേലൂയ. ഒരുപക്ഷെ ഈ ചർച്ചിനകത്ത് 5 കൊല്ലം മുമ്പോ 7 കൊല്ലം മുമ്പോ എല്ലാം തകർന്നവനും തകർന്നവളുമായി ഇവിടെ കയറി വന്നു. ആരോടും ഒന്നും പറഞ്ഞില്ല, പരിചയക്കാർ അധികമില്ല. ഒരു വണ്ടിക്ക് ഒരു സ്ഥലത്ത് വന്നിറങ്ങി ഈ കർത്തൃദാസനെയോ ഈ സഭയെ കുറിച്ച് കേട്ടിട്ട് മറ്റൊരു വണ്ടിയിൽ കയറി തപ്പിപ്പിടിച്ച് ഇടവഴിയെല്ലാം കയറി ഇറങ്ങി വഴിതെറ്റി ഒരു കണക്കിന് ഇവിടെ വന്നു കയറി. ആരോടും പറയാതെ മൂലയിരുന്നു. വീണ്ടും വരാൻ തുടങ്ങി. പതിവായി വചനം കേട്ടപ്പോൾ തന്നെ ഐഡിയ ഉണ്ടായോ? ആരും പറഞ്ഞു തന്നല്ല. പെരക്കാത്തിരുന്നായിരുന്നെങ്കിൽ ഒരു ബുദ്ധിയും തെളിയത്തില്ല, ഒരു ചിന്തയും വരത്തില്ല. നീ അവിടെ ഇരുന്ന് ചെതലെടുത്ത് പോകത്തേ ഉള്ളൂ. വചനം കേൾക്കാൻ വരുന്നവർക്ക് ആഴത്തിൽ വഴി തെളിയും. ഓ കൃപ, കൃപ, കൃപ. നിങ്ങൾക്ക് വിശ്വസിക്കാമെങ്കിൽ മാത്രം സ്വോത്രം പറഞ്ഞാൽ മതി. വിശ്വസിക്കാമെങ്കിൽ മാത്രം. 18, 19, 20, 21 തീയതികൾ, 21 ദിവസങ്ങൾ ദൈവാത്മാവിനെ പുൽപ്പറ്റിൽ നിന്നോട് ഞാൻ പ്രഖ്യാപിക്കുക. പരിശുദ്ധാത്മാവിനോട് പറയുന്നത് കൊണ്ട് ഈ 18 മുതൽ 21 വരെയുള്ള ദിവസങ്ങൾ നിങ്ങൾ മുടങ്ങരുത്. ആ ഓൺലൈനിൽ ഇരിക്കുന്നവരും കേൾക്കണം. ഇവിടെ വന്ന് ഞാൻ വചനം പറയുന്നു, ഇവിടെ വന്ന് വചനം കേൾക്കണം. ഇതെന്നോട് ബിജുപാസ് പറഞ്ഞിട്ടല്ല, പരിശുദ്ധാത്മാവിനെ നിർബന്ധിക്കുന്നു. ഇത് ഈ സഭയിൽ പറയാൻ വന്ന ദൂതുവല്ല. പക്ഷേ
വിശ്വസിക്ക് ബ്രദറെ, വിശ്വസിക്ക് സിസ്റ്ററെ, ഇന്ന് വിശ്വസിക്ക്, വിശ്വസിക്ക്. വഴി തുറക്കും. വചനം കേൾക്കുന്നവന് വഴി തുറക്കും. പൊട്ടട്ടെ, പൊട്ടട്ടെ. വചനം കേൾക്കുമ്പോൾ ഉറക്കം വരുന്നു. വചനം കേൾക്കുമ്പോൾ അലസത വരുന്നു. വചനം കേൾക്കാൻ നിന്റെ വീട്ടിൽ നിന്ന് വിടാതിരിക്കുന്നു. ആ മുഖം ഒടിയട്ടെ, ആ മുഖം ഒടിയട്ടെ. ആരാധിച്ച്, ആരാധിച്ച്, ആരാധിച്ച് ആത്മബലത്തോടെ, ആത്മബലത്തോടെ യേശുവിന്റെ നാമത്തിൽ അഭിഷേകം വ്യാപരിക്കുന്നു, കൃപ വ്യാപരിക്കുന്നു. ഇന്നുള്ളതിന്റെ ഇരട്ടി ആളുകൾ, ഇന്നുള്ളതിന്റെ ഇരട്ടി ആളുകൾ, ഇരട്ടി ആളുകൾ വചനം കേൾക്കാൻ. കർത്തൃദാസന്മാർ നിങ്ങളുടെ അടുക്കൽ വരുന്നുണ്ട്. ദൈവം പ്രേരിപ്പിച്ചാൽ അവര് നിങ്ങളെ തൊടും. നിങ്ങളുടെ മേൽ വചനം കേൾക്കുമ്പോൾ അലസത ഉണ്ടാക്കുന്ന, ഉറക്കിക്കളയുന്ന, അസ്വസ്ഥത വരുത്തുന്ന, ഗ്രഹിക്കാൻ കഴിയാതാക്കുന്ന എല്ലാ വ്യാപാരങ്ങളെയും ഈ ദിവസം സ്വർഗം എടുത്തു മാറ്റുകയാ. ഉന്നതനെ, 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 വചനം ജഡമായവനെ, അങ്ങതിന് നടുവിൽ ഉലാവുന്നത്, അങ്ങനെ ശക്തിയോടെ വ്യാപരിക്കുന്നത്. ഇരുന്നാട്ടെ, ദൈവസന്നിധിയിൽ എല്ലാവരും പോയിരുന്നാട്ടെ. പരിശുദ്ധാത്മാവ് കാര്യങ്ങളെ ഏറ്റെടുത്താൽ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ലല്ലോ. കർത്താവിന്റെ ആത്മാവ് ഇതിനകത്ത് നിയോഗങ്ങൾ, അങ്ങനെ ഒരു വാക്ക് പരിശുദ്ധാത്മാവ് കർത്തൃദാസന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പറഞ്ഞു. ആ വാക്കിൽ നിന്ന് ദൈവം ഒരു ഓപ്പറേഷൻ നടത്തിയിട്ടുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. ദൈവമായ കർത്താവ് നിയോഗം തന്നാ നിങ്ങളെ ഇരുത്തുന്നത്. ആ വാക്കിന്റെ ഒരു പ്രത്യേകത ഞാൻ പറയാം. ആ വാക്ക് പറഞ്ഞത് ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നു. പിന്നെ ആത്മാവാണ് കാര്യങ്ങൾ നടത്തിയത്. സ്തോത്രം, ഹല്ലേലൂയ. ദൈവത്തിന്റെ കയ്യിൽ നിയോഗങ്ങളുണ്ട്. അത് പുറപ്പാട് ദിവസം വായിച്ചാൽ മോശ സ്തോത്രം ഉൾപ്പടർപ്പിൽ വെച്ച് ദൈവം കണ്ടു. മോശയോട് ദൈവം പറഞ്ഞു, നീ ഫറവോന്റെ അടുക്ക പോണം, ഞാൻ നിന്നെ അയക്കാം. ഫറവോന്റെ അടുക്ക പോയി. പുറപ്പാട് 4, 5, 6 അധ്യായത്തിലൊക്കെ മോശ 2-3 പ്രാവശ്യം പോയി. 2-3 ആവർത്തി ചെന്നിട്ട് ഫറവോൻ കളിയാക്കി വിട്ടു. എന്നെ ശ്രദ്ധിച്ചു കേൾക്കണം, ഇനി ഇരിക്കണം, ഇരുന്നല്ലോ, ഇനി എന്നെ ശ്രദ്ധിച്ചു. കളിയാക്കി വിട്ടു. ഫറവോൻ ചോദിച്ചു, നീ പറയുന്ന യഹോവ ആരാ? എനിക്കറിയില്ല. നീ പറയുമ്പോ ജനത്തെ വിട്ടുതരാൻ ഞാൻ അത്ര വിഡ്ഢിയൊന്നുമല്ല. ഞാൻ സ്തോത്രം നിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് കൊള്ളാവുന്ന ഒരു മതം ഉപദ്രവിക്കാതെ പിടിച്ച് അകത്തിടേണ്ടതാണ്. അങ്ങനെ പറഞ്ഞ് ഫറവോൻ 1, 2, 3 പ്രാവശ്യം മോശയെ അപമാനിച്ചു വിട്ടു. അപമാനിക്ക് മാത്രമല്ല, ഓരോ പ്രാവശ്യം മോശ ചെല്ലും തോറും ഇസ്രായേൽ മക്കളെ കഠിനമായി ഉപദ്രവിച്ചു. ഇവർക്ക് മണ്ണ് കൊടുക്കാതെ, കച്ചു കൊടുക്കാതെ, ഇഷ്ടികയുടെ എണ്ണം കുറയ്ക്കരുന്ന ഊഴിയ വിചാരകന്മാരോട് പറഞ്ഞ് അവരെ തല്ലി എന്നാ പറഞ്ഞിരിക്കുന്നത്. ഒരു പ്രാവശ്യം കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ, പുറപ്പാട് പുസ്തകത്തിലെ സബ്ജക്റ്റ് ഞാൻ പറയുന്നു, ഇറങ്ങി വരുമ്പോൾ ഇസ്രായേൽ മക്കളുടെ മൂപ്പന്മാർ അഥവാ ഈ ലീഡേഴ്സ് അവര് മോശയെ അഹരോനെയും കണ്ടു. അവർ എന്നിട്ട് പറഞ്ഞു, ഞങ്ങള് അടിമകളാണെങ്കിലും കഞ്ഞി കുടിച്ച് ജീവിച്ചാലാ, ഞങ്ങൾക്ക് വിടുതലെന്നും പറഞ്ഞ് ഇവിടെ വന്ന് ഞങ്ങളെ തല്ലാൻ വേണ്ടി ഫറവോന്റെ കയ്യിൽ വടി കൊടുത്ത നിങ്ങൾ സ്തോത്രം ഞങ്ങളെ ഉപദ്രവിക്കുകയായിരുന്നു എന്ന് മോശയോട് ഇസ്രായേൽ മക്കൾ പറഞ്ഞപ്പോൾ മോശ കരഞ്ഞുപോയി. മോശ മിണ്ടാതെ വന്ന് ദൈവത്തിന്റെ സന്നിധി വന്നിട്ട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ദൈവമേ, ഞാൻ കാരണം പാവപ്പെട്ട ഇസ്രായേൽ മക്കൾ തല്ലുകൊണ്ടു, അവരുടെ നേതാക്കന്മാരെ വല്ലാതെ ഉപദ്രവിച്ചു. ഫറവോൻ കൂടെ കൂടെ പറയുന്നു, യഹോവയെ അറിയില്ല, യഹോവയെ അറിയില്ലെന്ന്.
എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്ന് പറയുമ്പോൾ ദൈവം ഒന്നും മിണ്ടിയില്ല. ഒറ്റ വാക്ക് അവിടെ എഴുതിയിരിക്കുന്നു. ദൈവം അത് കേട്ടിട്ട് മോശയെ നിയോഗിച്ച് ഫറവോന്റെ അടുക്കൽ അയച്ചു. ആദ്യം വിളിയായിരുന്നു, തെരഞ്ഞെടുപ്പായിരുന്നു. പക്ഷെ 2-3 ആവർത്തി തോറ്റ് തിരിച്ചു വന്ന് കരയുമ്പോൾ, നിനക്ക് പറ്റത്തില്ലെങ്കിൽ ഞാൻ നിന്നേക്കാൾ നല്ലൊരാളെ വിട്ടേക്കാന്ന് പറഞ്ഞില്ല. ആ മോശയെ തന്നെ നിയോഗിച്ചയച്ചു. നിയോഗം എന്ന വാക്കിന് ഒരു ഇംഗ്ലീഷ് വേർഷൻ കിടക്കുന്നത് ഓർഡിനേഷൻ ചെയ്തയച്ചു. ഓർഡിനേഷൻ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. നമ്മൾ അതിനെക്കുറിച്ച് തുടണ്ടായി നല്ല യോഗത്തിൽ. പക്ഷെ ദൈവം മോശയെ ഓർഡൈൻ ചെയ്തു. നിങ്ങൾ ഇതും മനസ്സിൽ വെച്ചോണ്ട് ഇനി സ്തോത്രം 6-ാം അധ്യായത്തിന് അപ്പുറത്തേക്ക് വായിക്കണം. അവിടെ കാണുന്നത് ഇങ്ങനെയാണ്. സ്തോത്രം. പിന്നെ ഫറവോന്റെ അടുക്ക ചെന്നപ്പോൾ ഫറവോന്റെ ശൗര്യം കുറയാൻ തുടങ്ങി. ബാധകൾ അവിടെ വ്യാപരിക്കാൻ തുടങ്ങി. അത്ഭുതങ്ങൾ ആരംഭിച്ചു. ദൈവപ്രവർത്തികൾ നടക്കാൻ തുടങ്ങി. 10 ബാധകൾ കഴിഞ്ഞു. ഫറവോൻ ചൊല്ലിട്ടു, ജനത്തെ വിടുവിച്ചു. എപ്പോ? നിയോഗത്തിന് ശേഷം. ഇന്ന് പകലിൽ ഇവിടെ ഒരു ഒച്ചപ്പാടും ബഹളവും അല്ല നടന്നത്. വചനം കേട്ടോണ്ടിരുന്നതിന്റെ ഇടയിൽ ആത്മാവ് ജനത്തെ മുന്നോട്ട് തള്ളിവിട്ടു. ഞങ്ങൾ ദൈവദാസന്മാര് കൈവച്ചോ ഇല്ലയോ അതൊന്നും അല്ല വിഷയം. ഇവിടെ പരാജയപ്പെട്ട് വന്നവരുടെ മേൽ ഇന്നൊരു നിയോഗം ഇറങ്ങി വന്നു. ഇന്ന് നീ തിരിച്ചു വീട്ടിൽ പോകുന്നതിന് പ്രസംഗക്കുറിപ്പും മടക്കി പിടിച്ചോണ്ടല്ല, നിന്റെ തലയിൽ ഒരു കിരീടം വന്നതുപോലെ എന്റെ ദൈവം നിന്നെ തോറ്റ വീട്ടിലേക്ക് നിയോഗിച്ചയക്കുക. യേശുവിന്റെ നാമത്തിൽ എനിക്ക് സംശയമില്ല. പക്ഷേ നിങ്ങളെ അത് ഉറപ്പിക്കാൻ വേണ്ടി ഞാൻ സ്തോത്രം വായിച്ചു കേൾപ്പിക്കാം. 5-ാം അധ്യായം നിങ്ങൾ വീട്ടിൽ പോയി ഹോംവർക്ക് ചെയ്യണം. 5-ാം അധ്യായത്തിനകത്ത് മുഴുവൻ ഇസ്രായേൽ മക്കളെ അവര് മോശ എന്ന് പറഞ്ഞതിന്റെ വെളിച്ചത്തിൽ പീഡിപ്പിക്കുക. 6-ാം അധ്യായം സ്തോത്രം ഹല്ലേലൂയ. അതിന്റെ സ്തോത്രം 13-ാം വാക്യം. അനന്തരം യഹോവ മോശയോട് മഹോവൻ അരുളിച്ചത്, ഇസ്രായേൽ മക്കളെ മിസ്രയീം ദേശത്ത് പുറപ്പെടു വെക്കണം. അവരെ ഇസ്രായേൽ മക്കളുടെ അടുക്കലേക്കും മിസ്രയീം രാജാവായ ഫറവോന്റെ അടുക്കലേക്കും നിയോഗിച്ചു. അതിന് മുമ്പ് നിയോഗിച്ചു എന്നൊരു വാക്ക് വേറെങ്ങും വന്നില്ല. ഉൾപ്പുറപ്പിന് വെച്ച് കണ്ടു. ചെങ്കടലിൽ സ്തോത്രം നൈൽ നദിന്ന് വലിച്ചെടുത്തു. സ്തോത്രം അമ്മയെ കൂലി കൊടുത്തു. ഇതൊക്കെ ശരിയാണ്. മോശ തീരുമാനിച്ചു, ഫറവോന്റെ പുത്രിയുടെ മകനെന്ന് വിളിക്കപ്പെടുന്നതിനേക്കാൾ സ്തോത്രം മിസ്രയീമിലെ നിക്ഷേപങ്ങളെക്കാൾ ഇതൊക്കെ തീരുമാനിച്ചു. പക്ഷെ നിയോഗം ഇവിടെ ഒന്നും കിട്ടിയില്ല. തോറ്റു വന്ന് കരഞ്ഞ ദിവസം ദൈവം ഒന്നും പറഞ്ഞില്ല. അവിടെ ഒരു വാക്കെഴുതി, മോശയെ നിയോഗിച്ചയച്ചു. ആ വാക്കിന് ശേഷം ഇപ്പൊ ഇരുന്ന് വായിക്കരുത്. ഇതെല്ലാം സ്തോത്രം. ഇനി മുതൽ യോഗത്തിന് വരുമ്പോൾ നല്ലൊരു ഡയറി എഴുതിയാൽ തെളിയുന്നൊരു പേനയെ കൊണ്ടുവരണം. സ്തോത്രം. എന്നാൽ ഇതൊക്കെ ജസ്റ്റ് ഇങ്ങനെ ഇത് യോഗത്തിനൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ. നമ്മൾ വലിയ സ്തോത്രം വലിയ ഡിഗ്രി ക്ലാസ്സിൽ ലെക്ചർ നോട്ടിൽ എഴുതിക്കുമ്പോൾ ഇരിക്കണം. നമ്മളെല്ലാം കണ്ടും കിട്ടിയെന്ന് ഓർത്തോളൂ. ഇത് ചുമ്മാ വല്ല ഒക്കണമെങ്കിൽ ഒക്കട്ടെന്ന് ഇരിക്കുകയല്ല. ഇവിടെ ഇരിക്കുമ്പോൾ ഒരിക്കലും ഒരു യൂണിവേഴ്സിറ്റിയിലും കിട്ടാത്തത് ഇവിടെ കിട്ടും. അപ്പൊ അത് ജസ്റ്റ് നോട്ട് ചെയ്യണം. സ്തോത്രം. ഡിഗ്രി ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ളവർക്ക് അറിയാം, കംപ്ലീറ്റ് നോട്ട് നമ്മൾ 6ൽ പഠിച്ചപ്പോൾ തരുപോലും തരികയില്ല. ഭാവി വേണമെന്നുള്ളവൻ വായിന്ന് വീഴുമ്പോൾ നല്ല ഗസ്റ്റ് സ്പീക്കർ അല്ലെങ്കിൽ ഗസ്റ്റ് ലെക്ചററൊക്കെ വന്ന് പഠിപ്പിക്കുമ്പോൾ അവര് വായിന്ന് വീഴുന്നത് എഴുതിക്കൊള്ളണം, അല്ലാതെ നോട്ടൊന്നുമില്ല. അതിനേക്കാൾ ഗംഭീരമാ ദൈവത്തിന്റെ സഭ. സ്തോത്രം. ഒരു മൂലയിൽ എഴുതി വെക്കണം. എന്തെഴുതി വെക്കണം? പുറപ്പാട് 5-ാം അധ്യായം വായിക്കണം. ഹോംവർക്ക് HW എന്നിട്ടിട്ട് അടിയിൽ വരയിടണം. ഒരു മൂലയിൽ സ്തോത്രം അതിന്റെ അടിയിൽ എഴുതി വെക്കണം, പുറപ്പാട് 5-ാം അധ്യായം. സ്തോത്രം. അപ്പൊ അന്നൊന്നും ചെയ്യണ്ട. പിന്നെ എപ്പോഴെങ്കിലും എടുത്ത് നോക്കണം. ചുമ്മാ വീട്ടിലിരിക്കുന്ന ദിവസം അന്നേരം ഇത് പൊങ്ങി വരും. ഹോംവർക്ക് ചെയ്യാൻ ദൈവം പറഞ്ഞു പുറപ്പാട് പുസ്തകം 5-ാം അധ്യായം വായിക്കാൻ. അന്ന് വായിക്കുമ്പോൾ ഈ പശ്ചാത്തലത്തിൽ മനസ്സിലാവും. 6-ാം അധ്യായത്തിനകത്ത് മോശ കരഞ്ഞു, ദൈവത്തോട് പറഞ്ഞു, ആ പാവങ്ങളെ ഞാൻ നിമിത്തം അടി കൊള്ളിപ്പിച്ചു, ഞാൻ നിമിത്തം സ്തോത്രം ഒരു ബുദ്ധിമുട്ട് അനുഭവിച്ചു.
എന്നെ ശ്രോത്ര വിളിച്ചിറക്കി. ഫറവോൻ കഠിനനാകുകയാണ്. അവനോട് പറഞ്ഞാൽ മനസ്സിലാവില്ല. യഹോവയെ ആരാധിച്ച് കളിയാക്കുകയാണ്. കളിയാക്കുന്നത് പോട്ടെ, ഞാൻ സഹിക്കാം. പാവപ്പെട്ടവൻ തല്ലുകൊള്ളുന്നത് സഹിക്കാൻ പറ്റിയല്ല. അവിടെ എനിക്ക് എന്താ ചെയ്യേണ്ടെന്ന് അറിയില്ല. ദൈവം എൻ്റെ കണ്ണിലേക്ക് നോക്കിയിട്ട് അവനെ നിയോഗിച്ചയച്ചു. ആ പോക്കൊരു പോക്കായിരുന്നു. പിന്നെ പണി ആരംഭിച്ചു. അങ്ങനെയാണെങ്കിൽ ഇന്നു പകൽക്കാലം ഇതിനകത്ത് ആരും നിർബന്ധിച്ചിട്ടല്ല, ഇവിടെ ഇളക്കിയത് പരിശുദ്ധാത്മാവാ. ബിജുപാസ് അല്ല, ഞാനല്ല, ഈ ദൈവദാസന്മാരല്ല. സത്യം പറയുന്നു. ഇവിടെ നിങ്ങളെ കുത്തിപ്പൊക്കിയത്, ഇവിടെ ദൈവദാസന്മാരെ മുമ്പിൽ വരുത്തിയത് പരിശുദ്ധാത്മാവാണ്. ആത്മാവ് നിങ്ങളെ ഇളക്കി കൊണ്ടുവന്നത് ഞാനൊന്ന് കൈവയ്ക്കാനല്ല, കർത്തൃദാസൻ കൈവയ്ക്കാനല്ല, ഒരു നിയോഗം തന്നയക്കാനാണ്. ആ നിയോഗം കിട്ടിയാൽ പിന്നെ ഫറവോന്റെ ശക്തി ക്ഷയിക്കാൻ തുടങ്ങും. മന്ത്രവാദികളുടെ മന്ത്രവാദം ക്ഷയിക്കാൻ തുടങ്ങും. അവന്റെ തന്ത്രങ്ങൾ പൊളിയാൻ തുടങ്ങും. നീ ആ പഴയ ഫറവോന്റെ കൊട്ടാരത്തിലേക്ക് തന്നെ ഉച്ച കഴിഞ്ഞിട്ട് പോകുന്നത്. ഇന്ന് പോകുന്നത് പണ്ട് പോയതുപോലല്ല. നിയോഗം മേടിച്ചോണ്ടാ പോകുന്നത്. ഇനി അവിടെ കളി നടക്കുകയല്ല. യേശു പറയുന്ന വാക്കുകൾക്കായി സ്തോത്രം. ഈ സഭയ്ക്കൊരു ഏരിയ ഉണ്ടെങ്കിൽ, ഔട്ട്സ്റ്റേഷൻ ഉണ്ടെങ്കിൽ, നിങ്ങൾ ആരെങ്കിലും അവിടെ പോയിട്ട് പലവട്ടം പോയിട്ട് പടി അടച്ചിറക്കി വിട്ട സ്ഥലമാണെങ്കിൽ ഇന്ന് നിയോഗം പ്രാപിച്ച് ഒന്നോടെ പോകുക. അവിടെ വേരോട് പറഞ്ഞു പോരാൻ സ്വർഗത്തിലെ ദൈവം കണ്ടുവച്ചിരിക്കുന്നവരെ, ഫറവോന്റെ കയ്യിൽ നിന്ന് വിടുവിച്ചു കൊണ്ടുവരാൻ നിയോഗമുള്ളവരെ സ്വർഗം ഇന്ന് പകരക്കാലം ഇതിനകത്തും നിയോഗിച്ചു വിടുകയാണ്. ഹല്ലേലൂയ. ആ പഴയ വീട്ടിലേക്ക്, വിശ്വാസം ലെവലേശമില്ലാത്ത ആ പഴയ ഭർത്താവിന്റെ അടുക്കിലേക്ക്, പഴയ ഭർതൃഗ്രഹത്തിലേക്ക് ഇന്നു പോകുന്നത് നിയോഗത്തോടെയാ. ഇനി മുതൽ അവിടെ സാത്താന്റെ ഇഷ്ടമല്ല, മനുഷ്യന്റെ ബുദ്ധിയല്ല. മോശയെ നിയോഗിച്ചത് എന്തിനാണോ അതേ നടക്കത്തുള്ളൂ. യേശുവിന്റെ നാമത്തിൽ ഞാൻ ആത്മാവിൽ പറയുന്നു, സ്വർഗം അത് ചെയ്യുകയാണ്. നിയോഗം ഏറ്റെടുത്തോണ്ടെന്ന് വീട്ടിൽ ചെന്ന് നിങ്ങൾ കാലുകുത്തി കയറുമ്പോൾ, നിങ്ങളുടെ ഡോറിന്റെ കീഹോളിൽ താക്കോലിടുമ്പോൾ ആത്മാവിൽ പറയണം, വീടിനോട് പറയണം, നിങ്ങളുടെ വാതിലിനോട് പറയണം, നിയോഗം കൊണ്ടാ ഞാൻ വന്നിരിക്കുന്നത്. ഇതിനകത്ത് കയറി നിന്ന് പ്രാർത്ഥിക്കണം. നിയോഗം പ്രാപിച്ച വന്നിരിക്കുന്നത് ഇന്ന് മുതൽ ഈ വീട്ടിൽ വ്യാപരിക്കുന്ന സകല വ്യാപാരങ്ങളിൽ പരിശുദ്ധാത്മാവ്, പരിശുദ്ധാത്മാവ് വേണ്ടും വണ്ണം ചെയ്യുന്ന ദൈവാത്മാവ് എല്ലാം കൃത്യമായി ചെയ്യുന്നുണ്ട്. അതിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. കരമുയർത്തി ഒന്നോടെ ദൈവത്തിന് സ്തോത്രം ചെയ്തേ. നിയോഗം കിട്ടിയെന്ന് ഉറപ്പുള്ളവർ സ്തോത്രം ചെയ്തേ. പറഞ്ഞു വന്നത് ഇതാണ്, പ്രസംഗം അതാണ്, സ്തോത്രമായി പോയതാണ്. എവിടെ ഞാൻ തുടങ്ങണം, എവിടെ ചെന്ന് നിൽക്കണം എന്നൊക്കെ അറിയാൻ വയ്യാത്ത ആകെ സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. എല്ലാം മിസ്ഓർഡറായി കിടക്കുന്നെങ്കിലും പരിശുദ്ധാത്മാവിന്റെ റൂട്ട് അനുസരിച്ച് ഞാൻ മുന്നോട്ട് പോവുകയാണ്. നിങ്ങൾ എൻ്റെ കൂടെ ഉള്ളതിനായി സ്തോത്രം ചെയ്യുന്നു. മോശ സ്തോത്രം, യോശുവ സ്തോത്രം ദൈവമായ കർത്താവിന്റെ സന്നിധിയിൽ നിന്നു. സ്തോത്രം, യോശുവ പറഞ്ഞു ഇവിടെ വന്ന് വചനം കേൾക്കാൻ. വചനം കേട്ടോണ്ടിരുന്ന സമയത്ത് വഴി തുറന്നു. സ്തോത്രം. ദൈവാത്മാവ് അതിനിടയിൽ ഒത്തിരി കാര്യങ്ങൾ അരുളി ചെയ്തു. ഈ സഭയുടെ നിലവാരം വരെ ദൈവം മാറ്റിക്കളഞ്ഞിട്ടുണ്ട്. വചനം കേൾക്കാൻ ആളുകൾ വന്നാൽ അവർക്ക് വഴിത്തിരിവുണ്ടാവും.